दानवानां निरुपमकृपणाभारखिन्यां धरित्री मोरोनिरावगारीय अलगिनुडु समाश्वासयन्तं दानं श्रीरामोहं कुजङ्गाधिपसैनकले योगनिद्रामुगारान् नेरे कैपुं लक्ष्मी कुर्मुलगुणयुं സച്ചിദാനന്ദസ്വരൂപനായി സത്യഭാമാവല്ലഭനായി ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ സർവകാലവും ഹൃദയകമലകർണികാമധ്യമാർവെച്ച് നിശ്ചലഭക്തിപുരസ്സരമാസിച്ചുകൊള്ളണം. ആയിരകൂടാതെ മറ്റ് അസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായി അവസാന ദിവസങ്ങളായി ദുഃഖവിശ്വങ്ങളായി ദുരിതോകളായി സംസാര സാരതരങ്ങളിൽ സാരബുദ്ധ്യാ പരിഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്തു പോയാലും ദുരിതമാർജിച്ചു പോകയില്ലാതെ മറ്റൊരു ഗുണം വരുന്നതല്ല. ആകൃതസുഹൃതന്മാർക്ക് അസുലഭമായി പോകുന്നത് മനുഷ്യജന്മം എന്ന മനുഷ്യജന്മത്തെ ജീവനില്ലാതെ സമയത്തിൽ വ്യർത്ഥമാക്കി കളയാതെങ്കിൽ ഒരവസരം വരുന്ന സമയത്തിൽ ഈശ്വരനെ സേവിച്ച് പാപങ്ങൾ പ്രതിവിരുദ്ധി പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ സാധിച്ചുകൊള്ളണം. ഈശ്വരനെ സേവിക്കാനുള്ള സമയത്തിൽ സേവാമാർഗങ്ങളും പരപ്രകാരങ്ങളോട് ശ്രീ മഹാദേവാലയങ്ങളിൽ പ്രദക്ഷിണം, പ്രതിമാർച്ചനം, സ്വരൂപധ്യാനം, നാമസങ്കീർത്തനം, കഥാശ്രവണം, കഥാപ്രസംഗം എന്നതിൽ ഈ കഴിയുകെട്ടിങ്കൽ അനായാസേന മോക്ഷത്തെ സാധിക്കുവാൻ കഥാപ്രസംഗത്തോടൊന്നും നല്ലതേ പറ്റുന്നു. കഥ പറയുക എന്ന് വരുന്ന സമയത്തിങ്കൽ വാക്കിന്റെ മാധുര്യാദി ഷഡ്ഗുണങ്ങളുണ്ടായിരിക്കണം. ഒന്നും തന്നെ നവരേശമൂല്യമില്ലായെങ്കിലും ഉഭയപുരപതി സിദ്ധന്മാരായും ഷഡ്കർമ്മനിരന്മാരായും വേദന്യന്മാരായും ശാസ്ത്രജ്ഞന്മാരായും മഹാബ്രാഹ്മണരെ കൊണ്ടും മഹാരരെ കൊണ്ടും നിറയപ്പെട്ട സഭാമധ്യത്തെ പ്രാപിച്ച് മഹാജനങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്നൊക്കെ മറ്റൊരു ഭൂതല്ലോ. ഭഗവത്സരനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ജരാസന്ധപ്രകൃതികളായി ദുർബുദ്ധികളായി രാജാക്കന്മാരുടെ ഉപദ്രവം ചെയ്തുവായിട്ട് മധുരാരാജധാനിയെ ഉപേക്ഷിച്ച് ദ്വാരകായുധസ്ഥയായുള്ള പശ്ചിമാം ബുദ്ധിമധ്യത്തിൽ വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിച്ചതിന് ശേഷം മായാദേവിയെ വിചാരിച്ച് സകല യാദവന്മാരെയും ദ്വാരകാപുരിയിലേക്ക് ശേഷം സന്തോഷത്തോടുകൂടും വണ്ണം ആയുധയെ വർദ്ധിക്കുന്ന കാലത്തിൽ സത്രാജിതരായിരിക്കുന്ന യാദവശ്രേഷ്ഠൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദസരസിൽ പോലെ ആയുധയെ വർദ്ധിപ്പൂർവം ചെയ്തു. ദേവദേവം സ്വരാശ്വം സ്വരൂപകരണാർത്ഥം യോഗിഭായാം ജനായാം അഖിലഭുവന സർഗത്രാസംഹാരണീയാം നിരവധിദതാം ഭാനുമാനവക്രിയാ സാ
അദ്ദേഹമാകട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ സ്വപ്രാജിത്ത് എന്നിവരായിരിക്കുന്ന ഭക്തനായിരിക്കുന്ന യാദവശ്രേഷ്ഠനാകട്ടെ എന്താ പറയാ ഭഗവാൻ ശ്രീകൃഷ്ണൻ മധുരാപുരിയിലെ തന്റെ യാദവ സകലങ്ങളെയും ആനന്ദിപ്പിച്ചുകൊണ്ട് സന്തോഷമായിട്ട് നിൽക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങളൊക്കെ ദുർബുദ്ധികളായിട്ട് രാജാക്കന്മാർ പ്രത്യേകിച്ച് ദുർബുദ്ധികളും ചെയ്യുമ്പോൾ കൃഷ്ണരാജാക്കന്മാരും ജരാസന്ധൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ തന്നെ കണ്ടു വന്ന് ആ മധുരാപുരിയിലേക്ക് ആക്രമണം ആവശ്യമായിട്ട് കൊണ്ടുവരിക്കാൻ പറ്റുന്ന സമാധാനം പ്രതിനിധികളെന്ന് സ്വസ്ഥതയാണ് എല്ലാവരും അറിയിക്കുക ഇത് സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ അതിലൊരു സമാധാനം ഉരുവാകുന്നത് അങ്ങനെ വന്നിട്ടോ ഒരു സുഖമായിട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്താ ഭഗവാൻ ഇവരൊക്കെ ഭയപ്പെടുത്തി ആക്രമിച്ചു അതിലെ ഭാഗത്തോട് അതിലെ അവരെ ആക്രമിച്ചു അതിലെ ഭാഗത്തോടെ ഇങ്ങനെ നാനാ പുരുഷങ്ങളിൽ പോയി നിരന്തരം ഉപദ്രവം ചെയ്യുകയായിരുന്നപ്പോൾ ഇതൊക്കെ ആരോഗ്യത്തിൽ ഭയം ഇല്ലാതിരിക്കുന്നു. അപ്പോൾ ഭയം എന്നുള്ളത് എല്ലാവർക്കും അനുഭവിക്കട്ടെ. അതില്ലാത്തവരെയും പൗര്യം കിട്ടിക്കാവുന്നതിനേക്കാൾ ഭേദം താൻ സ്വരക്ഷ നിശ്ചയിച്ച് മഹിളാവിനെ പ്രതീക്ഷിക്കാതെ ആ വിമർശകൾ ഉറപ്പിച്ച് വിശ്വകർമാവിനെ സ്മരിച്ചപ്പോൾ ഭഗവത് സംഘടനക്കാർ തന്നെ വിശ്വകർമാവ് പ്രദർശിക്കുന്നതായിട്ട് സ്വാമി അതിലെന്താണ് അവർക്ക് വിചാരിക്കാനുള്ള ആർക്ക് മനസ്സിലായില്ല. വന്നിച്ചപ്പോൾ നീ വിശ്വകർമാവ് ഞാൻ മഹിളാവിനെ വീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് രാജധാനെ വീക്ഷിക്കാനെന്ന് പറയുമ്പോൾ അനവധി യാദവശ്രേഷ്ഠന്മാരും എല്ലാവരും സുഖമായിട്ട് ഇതൊക്കെ വീക്ഷിക്കുമ്പോൾ അത് ശരിയാവില്ല. അതുകൊണ്ട് പശ്ചിമാബുദ്ധിമ തെറ്റിക്കൽ വഴിയാതെ സംബന്ധമെത്തിക്കൽ ഞാൻ ഒരു രാജധാനി ഉണ്ടാക്കാനായിക്കൊണ്ടാണ് വിചാരിച്ചിരിക്കുന്നത്. അതിന് വേണ്ട വായനയുള്ള ഉത്സാഹപ്പെടുന്നു പറഞ്ഞ് വിശ്വകർമാവിനെ ചുമതലപ്പെടുത്തിയപ്പോൾ അതുകൊണ്ടിരിക്കും വിളിച്ചു വെട്ടി എങ്ങനെയും വിളിച്ചുകൊണ്ട് കൂടാം. സകല ബുദ്ധിമുട്ടുകൾ അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഉത്സാഹമില്ല, ആർക്ക് താല്പര്യമില്ല. എന്നതിന് കാര്യം കൊടുക്കുക. നിർമ്മാണം നിർമ്മാണം പ്രവൃത്തി വേണ്ട പോലെ ആ ചാതുര്യത്തോട് ചെയ്യാൻ ആത്മാർത്ഥമായ അർപ്പണമനോഭാവത്തോട് പ്രവർത്തിക്കാൻ ആരും വേണ്ട എഴുതുന്നില്ല. അതൊന്നും താല്പര്യമില്ല. അങ്ങനെ അഴിക്കുന്നുണ്ട്. അത് അയോഗ്യന്മാരുടെ സമ്പ്രദായം. താൻ എങ്ങനെയോ ഭഗവാനായിട്ട് താൻ ഭഗവാൻ തന്നെ യോജിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷവാനായിട്ട് മനസ്സിൽ സങ്കല്പിക്കുകയും ആ വിശ്വകർമാവിനെ മനസ്സുകൊണ്ട് ആ രൂപം വിചാരിക്കും വാടകാക്കി പുനർനിർമ്മാണത്തിനായിക്കൊണ്ടുള്ള ആ സമ്പ്രദായം വിചാരിച്ച് കണ്ടു വിളിച്ചപ്പോൾ തന്നെ ഭഗവാൻ മാത്രമേ പ്രാർത്ഥിക്കുകയും അപ്പോൾ അവിടുന്ന് അനുവാദം വരികയാണെങ്കിൽ ഒന്ന് നോക്കിയാൽ പറ്റില്ല. ആ വിചാരിക്കാണ്ട് പറഞ്ഞപ്പോൾ ഇനി ഞാൻ വിചാരിച്ചതിനേക്കാൾ ഏറ്റവും സന്തോഷമായിട്ട് ആ സന്തോഷിപ്പിച്ച് അദ്ദേഹത്തെ രാവിലത്തിന് ശേഷം മായാദേവിയെ സൃഷ്ടിച്ചു. മായാദേവി ഭഗവാൻ മാഹോനാകുമ്പോൾ തൻ്റെ വേദനയായിട്ട് മായാദേവിയോട് ഇവരെ മുഴുവൻ യാദവശ്രേഷ്ഠന്മാരും ആവാദമൊപ്പം യാദവന്മാരെയും അവരറിയാതെയുണ്ട് മധുരാപുരിയിൽ നിന്ന് ദ്വാരകാപുരിയിലേക്ക് പ്രവേശിപ്പിക്കണം. അതാണ് മായയെ ഞാൻ പ്രത്യേകിച്ച് ധരിക്കാറ്. ആ ഭഗവത് സ്മരണമാക്കുന്നതിനെ മായാദേവി എല്ലാവരും യാദവശ്രേഷ്ഠരായിട്ട് ധർമ്മന്മാരും എല്ലാവരും ഒരുപാടാകുമ്പോൾ എല്ലാവരും ഒരു അറിയാതെ തന്നെ മധുരാപുരിയിൽ നിന്ന് ദ്വാരകാപുരിയിലേക്ക് സന്നിവേശിക്കപ്പെട്ടു. പുനരധിവാസം അത് ഈ വാക്കുകൊണ്ട് എല്ലുണ്ട്. അപ്പോൾ പുനരധിവാസം അത് അനുഭവമുണ്ട്. വീണ്ടും അധിവാസം ഇപ്പൊ ദൃഷ്ടിക്കുന്നത് ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്തെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും അധികം മായാതിയെ സ്വീകരിച്ചുകൊണ്ട് ദ്വാരകാപുരിയിലേക്ക് എല്ലാവരും പഠിച്ച് പൂർവാധികം ഉത്സാഹങ്ങളും ഓരോ ദിവസവും ഓരോ സമയവും ഓരോ മുഹൂർത്തവും ഓരോ താണിക്കും ഓരോ വിനാടിക്കും സന്തോഷത്തോടെ എല്ലാവരും ഹൃദയാന്റെ സുഹൃത്തുക്കളും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ സർവന്മാരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ദ്വാരകാപുരിയിൽ സമാധാനമായി സന്തോഷമായിട്ട് എത്തിയപ്പോൾ സത്രാധികാരികളായിട്ട് അഗ്രശ്രേഷ്ഠൻ അദ്ദേഹത്തിന്റെ മാനസരസീകരണ ബന്ധത്തെ പോലെ സുഖമായിട്ട് ഇരിക്കുന്നു. കുറച്ച്
എന്തിനാണ് ശേഖരിക്കുന്നത് ഈ വണ്ടികളൊക്കെ തേങ്ങ വരാനായ ഒരു പുഷ്പങ്ങൾ വന്നിട്ട് തേങ്ങ മുഴുവൻ. അപ്പോൾ വരാത്തത് പൂമുടികൾ ശേഖരിക്കുന്നു. ആ പൂമുടികൾ ശേഖരിക്കാൻ വേണ്ട പറഞ്ഞു വരുന്നത് ഈ പുഷ്പത്തിലുള്ള പൂമുടി തനിക്ക് എടുക്കാനായിക്കൊണ്ടാണ്. അതായത് പുഷ്പങ്ങളിൽ നിന്ന് പുഷ്പങ്ങളിൽ പ്രധാനം ചെയ്യാനില്ല, തനിക്ക് വേണ്ടി എടുക്കുകയാണ്. അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തെ രണ്ടാമത്തെ അകലത്തിലുള്ള മനോഹരമായി ചുവപ്പോട് പാടുകൊണ്ടുള്ള ആ ഭഗവാനുണ്ട്. ഭഗവാനൊക്കെ ആ ഭക്തനുണ്ട് സേവിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും കാണിക്കാൻ ഈ വിവരം കണ്ടുപിടി. സാധാരണ നമ്മളിവിടെ പ്രാഥമികമായിട്ട് എല്ലാവർക്കും തൊഴിലെങ്കിലും ഇതാവില്ല. അതില്ലാതെ എത്ര കിട്ടിയാലും സന്തോഷം പ്രത്യേകിച്ച് അത്യാവശ്യം സമ്പത്തുണ്ട്, അത്യാവശ്യം സമാധാനങ്ങളുണ്ട്, അത്യാവശ്യം സൈന്യങ്ങളുണ്ട്, അത്യാവശ്യം മറ്റുള്ള യാത്രന്മാരെ കുറച്ച് ശ്രേഷ്ഠമായിട്ട് കുറച്ച് ആ യോഗ്യനായിട്ടുള്ള പ്രഭുവായിട്ടുള്ള അവനാണ് സമാധാനം. എന്നാലും കിട്ടിയിട്ടും കിട്ടിയതിലും സന്തോഷമില്ല. അല്ലെങ്കിൽ കൃഷ്ണാണെങ്കിലും ആ സമ്പത്തിനുള്ള അധിപതിയായിട്ടുള്ള ലക്ഷ്മിയുടെ ഭർത്താവുകയാണ്. അപ്പൊ അപ്പോ വായുവില്ല തനിക്ക് ഒന്നുമില്ല. അത് വായുവിന് ഏഴുവഴിക്ക് പ്രവേശിക്കാം, ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാം. ആരും വലിയ വൈദ്യന്മാരും വിദ്യാർത്ഥിമാരും ഇങ്ങനെയൊക്കെ പ്രവേശിക്കുന്നതിലേക്ക് പോകാൻ പതിവായിട്ട് വെട്ടാൻ പ്രദേശവാസികളൊക്കെ ഭഗവാനെ നിർദ്ദേശിക്കുമ്പോൾ പറയാം. കാരണം പ്രദേശവാസികൾക്ക് ദിശയ്ക്ക് സമീപം അകത്തേക്ക് കൃഷ്ണനെ കാണാൻ ഒരുപാട് ബാധിക്കുക. എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളയില്ലാത്ത അധികാരപ്പെട്ട ആളുകളാകുമ്പോൾ എന്തില്ല അഹങ്കാരം ഭഗവാനെ ബന്ധിക്കാൻ സമയം നോക്കണം. എന്നാൽ സമയം നോക്കി അടുത്തുള്ള ആളുകൾക്കൊക്കെ എപ്പോഴൊക്കെ സമയത്ത് പോയി കാണാൻ പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തും ഒരു രാജ്യത്ത് അങ്ങനെ അകത്തേക്ക് വിശ്വസിക്കാൻ പറഞ്ഞാൽ അഹങ്കാരം തിരിക്കണം. എപ്പോ വേണമെങ്കിലും പോവാം, എപ്പോ വേണമെങ്കിലും വരാൻ മാറ്റി വരികയില്ല. കുറച്ചും കൂടി അധികം ഭഗവാനായി കളിപ്പുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ സഹായിക്കുകയില്ല. സഹായത്തെ പ്രത്യേകിച്ച് വിഷയമില്ലല്ലോ, വിഷയമില്ല. എന്തോ കാണാം അല്ലാതെ ഒന്നുമില്ല. ഇന്നെങ്കിലും ഒന്നുമില്ല. കിട്ടിക്കഴിഞ്ഞാൽ ജീവിക്കുമ്പോൾ ബുദ്ധിയാത്ത ആളുകൾ അത്യാവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അമ്മേനോട്ട് നൽകും. ഇതങ്ങനെയല്ല. ആ ശരിക്കും അദ്ദേഹമാകട്ടെ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വളരെയാറിലെ ഭക്തഭക്തന്മാരെ കുറച്ചുകൂടി ശേഖരമായിട്ട് ഈ മലത്തേക്കാണ് എന്നാൽ നൈർമല്യത്തിൽ വല്ലാതെ തനിക്ക് തോന്നുന്നു എല്ലാവരും സമ്പന്നമാണ്. ഞാൻ അത്ര ആളുകന്മാരെ കുറച്ചുകൂടി യോഗ്യമാണ്. അപ്പോൾ എന്നെ മാനിച്ചുകൊണ്ട് ആ വിദ്വാരെല്ലാം നടത്തുന്നുണ്ട്. എത്രയോ ആളുകൾ തോന്നി കൊടുക്കുന്നത് എന്തെങ്കിലും ആ നമുക്ക് എടുത്തുപോലെ അപ്പോ അതൊന്നും വിഷയപ്പെട്ടോ ശേഷിച്ച കാലം കുറച്ച് കാര്യങ്ങളോ സമാധാനവും സന്തോഷവും സൗഖ്യവും ജീവിതം വൈകാതെ യോഗ്യന്മാരായി പദ്ധതി പഠിക്കുന്നേ ആ തീരുമാനം ഇഷ്ടം പോയില്ലേ
ചെയ്യാം. അത് എന്തെങ്കിലും അതൊക്കെ കൊണ്ടുപോയിട്ടാണ് ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് പോലെ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ തനിക്ക് സമ്പത്ത് കിട്ടാൻ വലിയ ആണെങ്കിൽ ചേട്ടന്മാരായിട്ട് ദേവന്മാരെ ഒഴിച്ചു കഴിഞ്ഞാൽ അവർ പോലെ സന്തോഷത്തിന് സമ്പ്രദായം ചെയ്യും. എന്താണോ അപേക്ഷിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്താണ്. ആ സമ്പത്ത് എങ്ങനെയോ സമ്പാദിക്കാൻ സാധിക്കുക. ഇതുവരെ ആരും ചെയ്യാത്ത രൂപത്തിലായിരിക്കും സാധ്യമാക്കിക്കൊടുക്കും. അവർക്ക് എളുപ്പത്തിൽ പ്രസിദ്ധനായ എളുപ്പത്തിൽ സമാധാനം ലഭിക്കാൻ ഏറ്റവും നല്ല നല്ലോണം ആലോചിച്ചപ്പോ സഹസ്രങ്ങളാണ് 7 കുതിരകളെ നോക്കിയിട്ട് പ്രഭാതത്തിൽ ആ പ്രഭാതത്തിൽ മുൻപ് കഴിഞ്ഞാൽ അസ്തമയം സമയമാകുമ്പോൾ ആ അസ്തമയത്തിലേക്ക് കഴിഞ്ഞാൽ വീണ്ടും ആ പൂർവ്വ കിഴക്കേ ഉദിക്കാം വീണ്ടും അസ്തമിക്കാം. ഇങ്ങനെ വിവരമായിട്ടുള്ള സുഖം ചെയ്യുമ്പോൾ ഏത് കാര്യവും ഉണ്ടാവില്ല. അങ്ങനെ പോയി ഉത്സാഹം എല്ലാ മുസ്ലിങ്ങളും എല്ലാ പ്രവൃത്തിയും വളരെ ഉത്സാഹത്തോടെ അതേപോലെ തന്നെ താൻ കുറച്ചുകൂടി അധികം ആ സേവിക്കാൻ കാരണം സ്വയം
പ്രകാശമാകുമ്പോൾ ഒന്നും കൂടി ചിന്തയെടുക്കില്ല. രാത്രിയിലെ ധ്യാനവും രാത്രിയിൽ കേരളമായിട്ട് കൂടി മഹാകാലത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ സുവർണമയമായ മഹാദേവത്തിന്റെ സ്വർഗവും ഭൂമിയും പാതാളവും സൂര്യനും പതിയെ കുറിച്ചു കഴിഞ്ഞാൽ ആ മൂടി ഒരുപാട് ആ സ്വർഗലോകത്തിലും താരതകളിലും പാതാളത്തിലും വാക്കുകൾ കൂടുതലും വലിയ വലുതായ ലോകം മുഴുവനെ പ്രകാശമാനമായിട്ട് ദിവസത്തെ ചെയ്യുന്നവന ദിനകരന ദിവസത്തെ ചെയ്യുന്നവനാണ്. അതുപോലെ രാത്രി ഒഴിയില്ല ആ അന്ധകാരത്തെ ഒഴിയിച്ച് പ്രകാശമാനമായിക്കൊണ്ടിരിക്കുന്ന പ്രത്യക്ഷ ഈശ്വരൻ എന്നാൽ എല്ലാ ബ്രാഹ്മണന്മാരും സന്ധ്യാവാദത്തിലേക്ക് ശ്രേഷ്ഠനായിട്ട് ആ സംഭവിച്ചതായിട്ട് പ്രത്യക്ഷ ഈശ്വരൻ ആദ്യത്തെ അവസരമനുസരിച്ച് സഹജു അദ്ദേഹമാകട്ടെ കഴിയുമ്പോൾ ആ പലർക്കും ആ കേൾക്കുന്നില്ല. അത്രയും കേവലമായിട്ടുള്ള ആ സംസ്ഥാനത്തിന്റെ ആ സുരക്ഷ ഉപേക്ഷിച്ച് ഭാര്യയും ശാസ്ത്രീയായിട്ടുള്ള സമാജം കാരണം ആദിത്യത്തിൽ കൂടി ഭഗവാൻ ശ്രീകൃഷ്ണ സ്ഥാനം അതായത് ഭഗവാന്റെ പ്രധാന സ്ഥലം കൂടിയാണ് ആദിത്യ ആ മണ്ഡലം. ആദിത്യ മണ്ഡലത്തിലേക്ക് ഭഗവാന്റെ വ്യക്തിത്വങ്ങൾ അത് ഭഗവാന്റെ ബുദ്ധിയുണ്ടെങ്കിൽ ഭക്തനാണെങ്കിൽ അഹങ്കാര ബുദ്ധിയെ പോലും മറ്റേ ആ ഇച്ഛ സമ്പത്തായിട്ടുള്ള വിഷയത്തിൽ മാത്രം ധ്യാനിക്കാൻ ഇടവരുകൊണ്ടും ബാക്കിയൊക്കെ അറിയാൻ പാടുന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ ശേഷിച്ചപ്പോലെ പശുവാഹനായ സകലജനങ്ങളിലും ആനന്ദത്തെ പ്രധാനിക്കൊണ്ട് എല്ലാവരും രക്ഷിച്ചുകൊണ്ട് സർവന്മാർക്കും ആ ഭക്തന്മാർക്കും മുഖ്യബന്ധുവായി യഥാർത്ഥ ബന്ധുവായി ഈ വേദന ബന്ധു കഴിയുമ്പോൾ ഈ ലോകത്തിന്റെ സുഖഭൂമിയാണ്. അല്ലാതെ മരിച്ചു പോയിട്ട് പരലോകത്തിന്റെ ചുരുങ്ങിയ അത് ജനിച്ചാൽ അതല്ല കൊണ്ട് ആ സഹായം തോന്നുകയും അങ്ങനെ അനവധി കാലം ആദ്യമെന്ന് പറഞ്ഞാൽ അവസരം ഉത്സാഹത്തോട് കൊണ്ട് ഓരോ ചെന്ന് ആദ്യം സംസ്ഥാനിക്കും. തന്റെ ഭക്ഷണവും അതേവരെ സുരക്ഷിതമായി സേവിക്കാൻ ഭഗവാന്റെ ആ അധികാരത്തിലുള്ള ആത്മീയമുണ്ടാവുന്നത് എപ്പോൾ തന്നെയാണോ. അതുകൊണ്ട് കൊണ്ടേക്കാം പരിപാടി ചെയ്യാനോ സമയമായി ആ സരിയു ഇതായിരുന്നു പെട്ടെന്ന് ആനന്ദപരമായ ആ സമ്പ്രദായത്തിന്റെ എങ്ങനെയാണോ പാലാണോ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ണിനെ ആ നോക്കാൻ സാധിക്കാതെയുള്ള ആ വിഷയമുള്ള ബാധിക്കുന്നത് കാണാൻ സാധിക്കുകയില്ല. പിന്നെ ഇനിയോ ആ വ്യത്യാസം അപ്പോ ആ സഹായത്തിന്റെ മുന്നിൽ നിനക്കൊരു മാത്രമല്ല തന്റെ വികാസസ്ഥാനത്ത് കഴിഞ്ഞ് ജീവിതത്തിൽ മനുഷ്യത്വമാക്കിക്കൊണ്ട് ആദ്യം മാത്രം വിചാരിച്ചുകൊണ്ട് തപസ്യകള് പ്രവർത്തി
പെട്ടെന്ന് കണ്ണാൻ ശ്രമിക്കാവുന്ന വീണ്ടും ഭഗവാനെ സംഭവം ആ സംഭവത്തിനെ നീ സഹായികൾ മേടിക്കാം അതൊന്നും ഭക്തനായിട്ടുള്ള സംഘാടനത്തെ ശരിക്ക് വളരെ നോക്കാനായിട്ടുള്ള സദസ്സുരാശനായിട്ട് ആദ്യം മുമ്പിലൊന്ന് പ്രത്യക്ഷത്തിലൊന്ന് അഹം ഞാൻ പ്രസാദമായി കൊണ്ടിരുന്നു ഏറ്റവും പ്രസാദത്താൽ സുഖം സാധിച്ച ബുദ്ധിയെ സാധിച്ച ഏറ്റവും അപകടങ്ങളുണ്ട് അതും സുഖനാണ് കുറെ തന്നെ എത്രയോ ദേശത്ത് കാണുന്നവർക്ക് ഭഗവന്മാർക്ക് ആ അതിനെ കാണുമ്പോഴാണ് ബ്രഹ്മാണ്ടോ അതുകൊണ്ട് കുറച്ചുകൂടി സുപ്രസിദ്ധമായി വാക്കിന്റെ പദത്തിന്റെ അർത്ഥത്തിന്റെ വ്യാപത്തിനെ വർണ്ണിക്കാൻ പ്രയാസമാണ്. ഞാൻ പ്രസാദസ്വരൂപനായി ഏറ്റവും ഭഗവാൻ കൃഷ്ണന്റെ ഗുരുവോട് സേവിക്കുകയും ചെയ്ത് സന്തോഷമായിട്ട് ഒരു നിമിഷം അപ്പൊ ഇതല്ല ഞാൻ ഇത്രയും കാലം ഇത്രയും ദിവസം ഭഗവാനെ ദിനകരനെ സേവിച്ച് ഞാൻ സന്തോഷവാനായിട്ടുള്ള ശാസ്ത്രവും ആഗ്രഹം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അഭിനയിക്കാൻ ഞാൻ ഏറ്റവും ദുർഗായിട്ടുള്ളതിനും അങ്ങനെ കാര്യങ്ങൾക്ക് അയം വഴി ഈ വഴി ഞാൻ ഒരു ലക്ഷം ആ ലക്ഷമാണ് സമാജത്തെ ആ ലക്ഷം എന്തിനാണ് വമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷം ഒരു മാരകം തന്നെ 21 തുലാനാണ് 21 തുലാൻ ഒരു മാരകം. അപ്പൊ 8 മാരം സ്വർണ്ണമോ 21-ന്റെ 8 അത് ഞാൻ പറ്റും. ഓരോ ദിവസവും ആരാധിക്കാൻ ആരാധിക്കാൻ യോഗ്യത ആരാധിച്ചില്ലെങ്കിൽ കൗശല്യം ഞാൻ പറഞ്ഞു ആരാധന കൊണ്ട് ദുരിതമായിരിക്കുന്ന കവലീയ രാശി
അപ്പൊ സമാധാനം ആദ്യം തോരാളും വെളിയേശും സമാധാനമല്ലേ എനിക്ക് ചെയ്യാൻ പോലും മനസ്സിലാക്കാത്ത അവസ്ഥയില്ല തരില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് അതുമില്ലേ കാരണം ഓരോന്നിനും ഒരു സമയമുണ്ടോ ഇത് എന്താ പറയുന്നത് സമാധാനത്തിൻ്റെ കാര്യം ഈശ്വരനെ എല്ലാം കഴിഞ്ഞിട്ട് താൻ മടുത്തിട്ട് അവിടെ പോയിട്ടുണ്ട് ഇപ്പോ കൃഷ്ണനെ പിന്നെ പോകണമെന്നില്ല കഷ്ടിക്കാൻ പോയി കഴിഞ്ഞുകൊണ്ട് കൃഷ്ണനെ ഭക്തിയുടെ ബഹുമാനത്തെ പോകണമെന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാലോ അവർക്കുള്ള ആ സമ്പ്രദായത്തിന്റെ ആ ഓരോരുത്തരുടെ നാട്യവും സമ്പ്രദായവും അഹങ്കാരവും ധിക്കാരവും വെറും അതൊക്കെ സഹിച്ച് കഷ്ടിച്ചാൽ ഇതാരുടെ അടുത്തേക്ക് എത്താൻ തന്നെ പ്രയാസം എത്തിക്കഴിഞ്ഞാലോ അങ്ങനെ സേവിച്ച് പ്രത്യേകിച്ച് വിശേഷമുണ്ടല്ലോ എന്താ ഈ വാക്ക് കേട്ട് കൊടുത്ത് ഒന്നും തന്നെ അവിടെ കൂടാൻ അതല്ലാതെ അത് മടുത്തിട്ടാണ് ഇത് പോയിട്ടല്ലേ ഇവിടെ വന്നപ്പോ കാട്ടിലെ ഘോര വന്ന ഒരു കാട്ടിനെ ദുഷ്ടത്തിലെ കൊണ്ടും ഹിംസത്തിലെ കൊണ്ടും മാത്രമല്ല അണുവ്യാധികളെ കൊണ്ടും ഭയം അല്ലാതെ വർദ്ധിപ്പിക്കപ്പെട്ട നായക സിംഹങ്ങള സൈനികള് ആദ്യവിധ പല വിധത്തിലുള്ള ഹിംസകളൊക്കെ ആ സന്തോഷത്തോടുകൂടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘോരവനത്തിലെ ഏകാധിയായിട്ട് വേറെ സൈനികന്മാരൊന്നുമില്ലാതെ ഭീകരങ്ങളുടെ മധ്യബദ്ധമാക്കിക്കൊണ്ട് ഭഗവാനെ മാത്രം ദേവദേവനായിട്ടുള്ള സമസ്വരാശനായിട്ടുള്ള ആദ്യത്തെ മാത്രം ദിവസേന ദിനംപ്രതി സേവിച്ചുകൊണ്ടിരിക്കുന്ന അധികപ്രതിഷ്ഠായിരുന്നു നീ നീ പൈസ ഞാൻ നിങ്ങൾ ആ സന്തോഷത്തോടുകൂടിയായി തോന്നിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ കുറച്ച് ഭക്തി എനിക്ക് ബോധ്യമെങ്കിലും ആ കുറച്ച് ഭക്തി കാരണം ഞാൻ സുപ്രസന്നനായി തോന്നിയിരുന്നു അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും ആനന്ദമുണ്ടെങ്കിലും ഭക്തന്റെ ആ ഉച്ചരിയിൽ കുറച്ചും കൂടി പരമാനന്ദം വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് നിരാശപ്പെടുത്താൻ എൻ്റെ ഇവിടെ എന്നെ സേവിച്ചതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഇല്ല സേവിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ തന്നെയാണല്ലോ അതുകൊണ്ട് ഞാനും സർക്കാരിത് അങ്ങനെ ഉദ്ദേശശുദ്ധിയെ ഞാൻ മാറിക്കണം അതുകൊണ്ട് ആ മണി അല്ല ഈ മണി ഇവിടെ പല ഇത് വന്നു ശേഷം ഒന്നും കഴിക്കാനായിട്ട് ആരോ പറഞ്ഞു കൂടി നല്ല കഴിക്കണോടി കഴിക്കുന്നത് ഈശ്വര സേവ കുറച്ച് കുറവൊക്കെ ഉണ്ടാവും ഈ ഒപ്പം കുറച്ച് വിട്ടിക്കാൻ മാറുന്നുണ്ട് കാരണം എന്നോട് ഉദ്ദേശിച്ച് അനുഗ്രഹിച്ച് മണി അല്ല ഈ മണി ഞാൻ അനുഗ്രഹിക്കുന്നു അതുകൊണ്ട് കരുതി കട്ടുന്ന് കൃഷ്ണൻ കുട്ടിക്കാലം പോലെ ഗോപസ്ത്രീകളിൽ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണ് നെയ്യും പാലും വേണ്ടിയെന്ന് വെച്ചാൽ അവർ കഷ്ടപ്പെട്ട് ആ പശുവിനെ വേണ്ടപോലെ വളർത്തി പാലങ്ങള വളർന്നിട്ട് അത് കഴിഞ്ഞാൽ വേണ്ടപോലെ സംഭരിച്ച് അത് വേണ്ടപോലെ പദാർത്ഥങ്ങളാക്കി കണക്കെട്ട് ഇറക്കി കൂട്ടുള്ളത് കൂട്ടി ഓരോ മുറികളിൽ വെട്ടി നോക്കി കഷ്ടിച്ച് റോഡിൽ കഴിഞ്ഞ് പുറത്തേക്ക് നടക്കുന്നതാണ് വിശേഷമൊന്നുമില്ലോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അടുത്തവരുടെ ഒഴിഞ്ഞിരുന്ന് അകത്തിരുന്ന് കാട്ടിരുന്ന് അപ്പൊ കൂട്ടിച്ച് ആ കുട്ടിക്കാലം നമുക്കുള്ള സമ്പ്രദായം ജാതി അതിൽ കളയാനും പറ്റുള്ളൂ എല്ലാവരും തന്റെ കൊള്ളതായ അനവധി കാലം ശേഷിച്ചൊന്നും കഴിയ ഇത് ഒരു മണിയൊന്നും സാധാരണ മണിയാണപ്പോ ഇപ്പൊ മണിയെ കുറിച്ച് എനിക്ക് കേൾക്കാൻ ഇപ്പൊ കുറേശ്ശെ മണികൾ നമ്മൾ കേൾക്കാൻ വേണ്ടിയില്ലേ അതുപോലെ മണി വെച്ച് കഴിഞ്ഞാൽ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകിച്ച് പരമാനന്ദത്തെ പ്രധാനം ചെയ്യുന്നത് എല്ലാ മണിയും പോലെയല്ല ചില മണിയുള്ള മണിയൊക്കെ അസഹനീയ മണിയുള്ളൂ മണിയൊക്കെ കേൾക്കുന്നതാണെങ്കിലും അത് വല്ലാതെയുള്ള സൃഷ്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇതല്ല രാശി കവലീയം സ്വർണം രാശിച്ച കൂട്ടം എത്രയാണ് വരാതെ പറയുക ഓരോ ദിവസം ആരാധിക്കണം അപ്പൊ ആരാധനയൊന്നും വേണ്ടെന്ന് വേണ്ട അതോ ശുദ്ധം വേണ്ട ഒഴുക്കും വേണ്ട ബ്രാഹ്മണന്റെ എന്തെങ്കിലും കാരണം ബ്രാഹ്മണന്റെ ആരാധിക്കാനുള്ളൂ വിൽക്കുന്നതും കൊള്ളാത്തതും പറഞ്ഞപ്പോ ആരാധിക്കാനും പാടില്ല എല്ലാം കടക്കാനും പാടില്ല സമ്പ്രദായമുണ്ട് എന്താ ആരാധിക്കത്തെ എന്താ അർത്ഥം അറിയില്ല അങ്ങനെയുള്ള ആളുകളാണ് ഇത് ദിവസം മതി ഈ ദിവസമൊക്കെയാണ് പരിശുദ്ധിയോ കുറേ ദിവസങ്ങൾ കുറേ മത്സരം കൊടുക്കുകയാണെങ്കിൽ അറിയില്ല അല്ലെങ്കിൽ ദിവസേന ദിനം പ്രതി പ്രതിദിനം ആരാ
പ്രതിദിനം ദിനത്തോറും ആരാധിക്കാനുള്ളവരാണെങ്കിൽ ഭാരദ്വാരസേന ഈ 8 ഭാഗം വിധമായിരിക്കുന്ന സ്വർണം അത് വഹിക്കരുത്. ചെറിയൊരു മണിയാണ് വന്ന് കേട്ടിയ ആദ്യത്തെ കൊടുത്തുള്ള മണി അത് സ്വീകരിച്ച് സന്തോഷപ്പെടുകയാണ്. 8 ഭാരം കണക്കാക്കാൻ മതി. 21 ഗ്രാം ഒരു ഭാരം, അങ്ങനെ 21 ഗ്രാമാകുമ്പോൾ 8 അതിൻ്റെ പിരിക്കപ്പൊതിയെ നോക്കിയപ്പോ മനപ്പാടമൊക്കെ മനപ്പാടമൊക്കെ പറയുന്നില്ല. അത് പഴയ സമ്പ്രദായത്തിലോ മനപ്പാടം 21 എൻ്റെ പെരുക്കം 8 പെരുക്കാവുമ്പോൾ എത്രയാ ഒരു ദിവസം അങ്ങനെ ഒരു മാസമാകുമ്പോൾ ഈ ബന്ധത്തിന് പോയാൽ ഈ ബന്ധത്തിന്റെ നമ്മൾ ചെറുതാണ് അല്ലാരം മുഴുവനും നടത്തി അവിടെ കൂടിയുണ്ട്. ഈ വലിയ ബന്ധങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആവശ്യമില്ലാത്തവർക്കും തോന്നുന്നില്ല. അതൊന്നും മോശമാണ്. അതേ കവനാണല്ലോ കുട്ടിക്കാലം അതിന് ഒരിക്കലും പറയാനില്ല. അതുപോലെ തനിക്ക് വലിയ ബന്ധങ്ങളാണ്. ചെറിയ ബന്ധങ്ങളുണ്ടെങ്കിൽ ദിവസേന 8 ഭാഗത്തിലും സ്വർണം കിട്ടുകയാണെങ്കിൽ അതിനെ പെരുക്കം വരുമ്പോൾ അവന് വലിയ ബന്ധനം കൊടുക്കും. അപ്പൊ ദിവസേന ബന്ധനം എവിടേക്കാ പോകാൻ ബന്ധനൊക്കെ നോക്കാം. അല്ല സർക്കാരിൽ പോകുന്നുണ്ട്. സർക്കാരിൽ എന്താ ഒരു കാലല്ലേ ശരിയാ. ആ ദുബായി കുറച്ചു നേരം കാണാനേ 4 ഭാഗത്ത് കൂടെ ആരൊക്കെ കൊണ്ടുവരും. ആളുകൾ വേണ്ട ആളുകൾ കേൾപ്പിച്ച ആളുകൾ അവർക്ക് ഇഷ്ടാനുസരണം ഇച്ഛക്കനുസരിച്ച് ഉണ്ടാക്കിയ കഴിയുകയുള്ളൂ. അകത്തൊക്കെ ആഗ്രഹേ അധികാരം കൊണ്ട് വരികയെ അകത്തായാലും കൊണ്ടുപോയി അകത്ത് പോയിട്ടൊന്നും പോയില്ലേ സേവിക്കാൻ പോയിട്ട് ആശീകരിക്കൊന്നല്ല. അപ്പൊ ബക്ഷീസം കാണാനാണോ കാണാനില്ലാതെ കാണുമ്പോൾ പകുതി അല്ലെങ്കിൽ കാണാനില്ല പിന്നെ ആരെ വരുന്നല്ല കാണാനില്ലാതെ കണ്ടു കൂട്ടിക്കൊണ്ടു അങ്ങനെയൊക്കെ നമ്മൾ അതുപോലെ കുറിച്ച് വേഗം വരെ എന്തായാലും വലിയ വലിയ എപ്പോ പുറപ്പെട്ട ഇവിടെയും വലിയ വലിയ സർക്കാരിന് കാണുന്നതിന് എന്താ പറയുക. ഈ മണി സെമന്തകം എന്നിവയായുള്ള ആ രത്നം കഴുത്തിലലങ്കരിക്കും. ശേഷമുള്ള ആഭരണമായിരിക്കും. ആഭരണം തൽക്കാലം കാര്യം ചെയ്യാം. കാരണം മോഹൻലാൽ നമ്മളുണ്ട് അധികാരപ്പെട്ട ആളാണല്ലോ. അധികാരിനെയാണ് കൊണ്ടുപോകുന്നത്. ഈ മോഹൻലാൽ സ്വർണ്ണത്തിലാണ് കുറച്ചധികം അമിത ഭ്രമം ഉണ്ടാക്കുന്നത്. ഈ മുസ്ലിനാണ് കഴിഞ്ഞാൽ അവൻ സ്വർണ്ണം ചെയ്യാൻ പിന്നെ മാറ്റി നോക്കുന്നത്. അപ്പൊ കുട്ടിക്കാലം നെയ്യും പാലും തൈരും വേണ്ടി മാത്രം പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വ്യക്തികളുടെ ഭാഗത്ത് വിശേഷപ്പെട്ട ഇടങ്ങളും അതാണ് എവിടുന്ന കൊണ്ടുവന്ന എവിടേക്ക് കൊണ്ടുപോകണം തീരുമാനമായിട്ട് ഇഷ്ടംപോലെ വരണ്ടേ വളരെ കുടുംബമില്ല. നമുക്ക് എവിടേക്കാ പോകുന്നത് ശരിയാ മോഷിച്ച് എനിക്കതാ പിടി. ഞാൻ ഒറ്റയ്ക്ക് പോലെ വളർന്നു പോകുമ്പോൾ എനിക്കാണെങ്കിൽ അമൂല്യമായിട്ട് കിട്ടുന്ന നിശ്ചയം ഞാൻ എന്നും മേടിച്ചു എന്നല്ല, എനിക്ക് സന്തോഷമായിട്ട് പ്രത്യക്ഷത്തിൽ സന്തോഷമായിട്ട് മനസ്സിലാ തന്നതാ തന്നത് സ്വീകരിക്കാൻ പറ്റുമോ. അല്ലാതെ സാധാരണക്കാരുണ്ട് വീട്ടിലെ കാണിച്ചുകൊണ്ട് എന്നെ പോലെ കേവലായിട്ട് ആരുമില്ല. ഞാൻ തന്നെയാണ് കേരളം എന്റെ കഴിഞ്ഞ ഓരോരുത്തരും എനിക്ക് വേണ്ടപ്പെട്ടെ ബഹുമതികളൊക്കെ. അപ്പൊ അതിന്റെ കാര്യം ആ ബഹുമതി കിട്ടിയ അതിന് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് ധാരണയുണ്ട്. ഞാനത് വിമർശിക്കുള്ളൂ. അതിനെക്കാട്ടി ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ട് എനിക്ക് അറിഞ്ഞിരുന്നോ ഇത് ഞാൻ താങ്കൾക്ക് സൂക്ഷിക്കാൻ ചെയ്തു. അന്നത്തിനെ ബന്ധിച്ചു കഴുതി കെട്ടി കേസ് ആദ്യം കൊടുത്താണല്ലോ. അപ്പോ അതോടുകൂടി പ്രകൃതി മാത്രമല്ല ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൂജിക്കണം. അപ്പൊ ദിനം കൂടി വേണം ആരാധിക്കണം. എനിക്ക് സൗകര്യം കിട്ടും. അപ്പൊ ആരാധിക്കാൻ എന്ന് മോഹമുള്ളവർക്കും ആരാധിക്കാൻ പറ്റാത്ത സമ്പ്രദായം ശുദ്ധിയായിട്ടുണ്ട്. നല്ല ആരാധനയിലൂടെ വേണം ഇങ്ങനെ കൂടെ പറ്റില്ല. ആ പുഷ്പം ഏത് പുഷ്പമോ വിശേഷപ്പെട്ട പുഷ്പമായോ തുളസിക്കാൻ പാടില്ല. തുളസിക്കാൻ പാടില്ല. ആരാധിക്കാൻ വേദികളിൽ നിന്ന് പരമയോഗ്യന്മാരായുള്ള ആ വേണ്ടപോലെ ആ പ്രാധാന്യത്തോടെ
മന്ത്രിമാരുണ്ട്. പുഷ്പങ്ങൾ ദിവസം പറഞ്ഞ വെച്ച് പറഞ്ഞ ഞാൻ ശരിയ കുറേ നാളുകൾ അവർക്ക് വന്ന ഈ രാജ്യം കഴിഞ്ഞാൽ അതിന്റെ കൂടാണെങ്കിൽ ഈ പ്രധാനത്തിന് ശേഷം സുപ്രസന്നനായിട്ടുള്ള ആദിത്യൻ ഭഗവതനായിട്ടുള്ള സമ്പ്രദായത്തിനെ ആ വരം അഭീഷ്ടായിട്ടുള്ള വരം കൊടുത്ത് അവർ തന്നെ പറഞ്ഞു അതോടുകൂടിയിട്ട് ആലോചിച്ച് പോകണം. ഇപ്പൊ ആലോചിക്കും ആലോചന എന്ന് കഴിഞ്ഞാൽ എന്താ ആലോചിക്കുന്നത് ആലോചിക്കാൻ തന്നെ കഴിവില്ല. ആലോചിച്ചാൽ തന്നെ അതുപോലെ ഒരു നിശ്ചയ ഞാൻ കാപ്പിക്ക് നേരെ വിളിക്കാൻ പോകുന്നത് തൻ്റെ രാജധാനിയിലൊക്കെ പോകുന്നത് ആലോചിച്ചു. പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ആളുകൾ വേണ്ടപ്പെട്ട കാശ്മീർ ഒന്നുമില്ലാത്ത ആളുകളോട് കാര്യം കഴിഞ്ഞാൽ അമ്പടാണ്. ഇപ്പൊ അതാണ് വിമർശനമില്ല. തനിക്ക് തരാറില്ല, പ്രയത്നിക്കില്ല, എത്തിക്കുന്നില്ല. എവിടെയെങ്കിലും ഒരു തരായി കിട്ടാത്തവർക്ക് ഇവിടെ ലഭിക്കുക അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട് അപ്രമണഭാവത്തോട് അത്യധ്വാനത്തിൽ കഠിനാധ്വാനത്തിൽ പ്രവൃത്തിയിട്ട് സന്തോഷമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കുറച്ച് ചുറ്റുപാടൊക്കെ നടക്കുന്നു. ഒന്നിനും പറ്റാത്ത സാധനങ്ങൾ ഇപ്പൊ എല്ലാവരും വാഹനായി ഭവനായി കൃഷിയായി സമ്പത്തായി കാര്യങ്ങളായി മക്കളായി ഇന്നത്തെ സ്ഥാനമാനായി അതാണ് അസൂയ. പരോക്ഷത്തിനുള്ള വിനിഷ്ടം ഇതാണ് അസഹിഷ്ണുത. അതൊക്കെ എല്ലാവർക്കും മര്യാദയൊക്കെ ഉണ്ടാവും. ഇതല്ല അവിടെ പോയി കഴിഞ്ഞാൽ തൻ്റെ പ്രവൃത്തിയും തൻ്റെ രക്ഷബോധത്തിലും തൻ്റെ അനായാസനയുള്ള പ്രയത്നത്തിലും നിർദ്ദിഷ്ടമായിട്ട് പലതുണ്ട്. പറഞ്ഞിരിക്കുന്ന തന്നെയല്ലേ ഇതിങ്ങനെ പ്രവർത്തനം പറഞ്ഞു. അത് കഴിഞ്ഞാൽ അവരെ അതാണ് നിമിഷം കൊടുക്കും. അത് കഴിഞ്ഞ 5 ബോധമാണ് നമ്മെ എവിടേക്കാൻ പോകുന്നത്. കൃഷ്ണനെ അവൻ പ്രയത്നിച്ചു കഴിഞ്ഞാൽ സാധിക്കാൻ പറ്റാത്ത ഒന്നുമില്ല എന്നത് അവൻ മനസ്സിലാക്കട്ടെ. കുറച്ച് ഭക്തി ഉണ്ടെങ്കിലും യഥാർത്ഥ ഭക്തനാണെങ്കിലും യാദവശ്രേഷ്ഠനായിട്ടുള്ള ആ സ്വരാജ്യത്തെ നേരെ കൃഷ്ണനെ കാണിച്ചു കൊടുക്കണം. കുറേ കാലം നമ്മൾ സേവിക്കാനൊന്നും വന്നില്ല എന്ന് മാത്രമല്ല അവരും വെച്ചാലേ പോയി. എന്താണ് പോരാതെ കാരണം ഞാൻ ഇവരുണ്ടോ എന്താണ് പ്രശ്നമുണ്ടോ ഇവിടെ ഭക്ഷണം കേമാണല്ലോ. ഇനി അവിടെ കഴിക്കാം 2 കേമാണ് ചെയ്തല്ല. അവിടെ ഭക്ഷണം കഴിക്കുന്നതോടെ കഴിക്കാം, ഇവിടെ കഴിക്കുന്നതോടെ കഴിക്കാം, ഇവിടെ വിശ്രമിക്കാം. എന്ത് വേണമെന്നോട് അസൗകര്യമില്ല. ആരോഗ്യം പിന്നെന്താ എന്താ കാരണം ഞാൻ ഓണയിലുള്ള കാരണമുണ്ട്. പ്രത്യേകിച്ച് കുറേ അവിടെ പോയിട്ട് വളരെ വെള്ളം പുറത്തെത്തിക്കുന്ന രാവിലെ അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും മുടക്കും. കൃഷ്ണനെ കിട്ടിയില്ല. ഉദ്ദേശിച്ച് നടക്കാനും പറ്റില്ല, നടക്കാനും പറ്റില്ല. ആ ഉദ്ദേശം വന്നേക്കില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ശേഷിച്ച കാണുമല്ലോ ആ ഉദ്ദേശം എങ്ങനെ ജയിച്ചിട്ടാവണം. അത് വേണ്ടാണ്ട് എന്താണ് പോകുന്നത് മാത്രമല്ല ഇപ്പൊ കിട്ടുന്ന കിട്ടിയപ്പോ അങ്ങനെയാണ് 1 മാസം 2 മാസം 3 മാസം ഒരു സംഭവത്തിലേക്ക് ഇവിടെ നടക്കാനും പറ്റിയ കാരണം അനവധി ഭണ്ഡാരങ്ങളുണ്ട്. അനവധി ഭണ്ഡാരങ്ങൾക്ക് 1 നില 2 നില പിന്നെ ഭണ്ഡാരങ്ങളെ ആലോചിച്ചപ്പോ ഇതൊക്കെ അവരെ കാണിച്ചു. ഇതിന്റെ മൂല്യം വാക്കുകളെ കൊണ്ട് കിട്ടിയിട്ടേ. അതുകൊണ്ട് എനിക്ക് മാത്രമേ കിട്ടിയിട്ടു. അതുകൊണ്ട് കുറച്ച് അഭിമാനവും കുറച്ചധികം ആഹാരവും ഇക്കാരവും വർദ്ധിച്ചു. സ്വതേ പറഞ്ഞ് ആഗ്രഹിക്കാൻ പറഞ്ഞ അഹംബോധത്തിൽ ജ്ഞാന സമ്പാദനത്തിൽ കുറച്ച് നല്ലൊരു കാലം ക്ലേശിച്ചതിന് ഫലം കിട്ടിയത് കുറച്ച് ഒഴിക്കാന്നല്ലാതെ മറ്റുള്ളവർക്ക് അപ്രീതി വരുത്തുന്നവരുടെ അഹംഭാവങ്ങളുടെ പ്രവൃത്തി ഒരുപാട് പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അഹങ്കാരമൊക്കെ ഇഷ്ടമല്ലോ ഒരുപാട് ശ്രമിച്ചാൽ ഇതൊന്നും വിചാരിക്കാനായിട്ട് സദാവിയുടെ നേരെ ഒരു പ്രവേശിക്കും. എന്നിട്ടോ നമുക്ക് പുറപ്പെട്ടു മക്കള ശിവന്റെ ഗർഭത്തിന്റെ പ്രഭാതിക്കേണ്ട കഴുത്ത് അനുകരിച്ചുകൊണ്ട് ആദിത്യത്തിൽ നിന്ന് സുപ്രസന്നനായിട്ടുള്ള ആദിത്യത്തിൽ നിന്ന്
ശിവത്തഗ്രഹത്തെ സ്വീകരിച്ച് ഏകാഗിയായിട്ട് നേരെ ബോധവരത്തിനുള്ളിലൂടെ ക്രമത്തിൽ സഞ്ചരിച്ച് തൻ്റെ രാജധാനിക്ക് ഗുലാച്ചേരി രാജധാനി രാജാവിൻ്റെയൊക്കെ കഴിയുന്ന അത്യാവശ്യം ധനാധ്യാനമൊക്കെ കൊണ്ടിട്ടു അവിടെ തന്നെ തനിക്ക് കിട്ടിയിട്ടുള്ള കൃഷ്ണനെ കാണിച്ചു ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. കിട്ടാതെ മുൻപോട്ടൊക്കെ വളരെ കാര്യം ഇപ്പൊ പുറത്തെ ദുർമതിയുള്ള ഓരോ ഗ്രാമങ്ങളൊക്കെ നോക്കി കഴിയാൻ അവരുടെ ഗ്രാമങ്ങൾക്കൊന്നുമല്ല എവിടെയെങ്കിലും വന്നവർക്ക് കൊടുക്കാനല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ അവന്റെ സ്ഥലത്ത് സമ്പ്രദായത്തിൽ സംഭവിക്കട്ടെ കൂടെ കിട്ടുന്നവർക്ക് സ്നേഹമായിരിക്കും അവിടെ എത്തിയപ്പോ സമ്പ്രദായം മാറി. കാരണം ദ്വാരകാനാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവഭക്തന്മാരെയും ഏറ്റവും ആനന്ദിപ്പിച്ചുകൊണ്ട് കഴിയാറുണ്ടോ. അപ്പോ അനവധി ദ്വാരക വിശേഷിപ്പിച്ച് പറയുന്ന സമുദ്രമധ്യത്തിൽ ആ പടിഞ്ഞാറ് പശ്ചിമാമുദ്രമധ്യത്തിലാണ് ആ ദ്വാരകാന്റെ വീട്ടിലായി. അപ്പൊ കഴിഞ്ഞത് മതിലുകൾ ഇറങ്ങാറുണ്ടോ 7 വന്നത് 7 ഇറങ്ങി. അതുകൊണ്ട് ഓരോ ഭാഗത്തും അനേക വിദ്യാലയങ്ങൾ വിരാമങ്ങൾ യഥാവിധാനങ്ങൾ മംഗളാലയങ്ങൾ കമ്പിശാലകൾ അർച്ചനാഗ്രഹങ്ങൾ ആസ്ഥാനങ്ങൾ ഭൗതികാലയങ്ങൾ യാതൊരുശേഷന്മാർക്കും കഴിയപ്പെട്ടവരിലെ പ്രകൃതികളായ ദൃശ്യങ്ങളെ കൊണ്ട് ശ്രേഷ്ഠവൽക്കരിക്കപ്പെട്ടുള്ള വിധാനകാരങ്ങളായി വിധനങ്ങളെ കൊണ്ട് അടയങ്ങളായി നവ്യങ്ങളായി നൂതനങ്ങളായി അമ്പരങ്ങളായിട്ടുള്ള ഭവന സൗകര്യങ്ങളുടെ ഓഹങ്ങൾ എത്രയാണ് അത്രയുണ്ട്. അപ്പോ അതിൻ്റെയൊക്കെ പുറമെല്ലാം ഉള്ള ആ കാവകാരം അകത്തെ വാഹനം അടുത്ത പുറത്തുള്ള വാഹനം ഇഷ്ടംപോലെ അമ്മയുടെ ഹോമങ്ങൾ മാത്രമല്ല ആർക്കും വരാൻ പറയാം. പ്രവേശിക്കണമെന്നൊക്കെ നോക്കുമ്പോൾ അനുവാദിക്കാണ്ട് പോകാൻ അവർ സാധിക്കാതൊക്കെ അപ്പൊ മൂർച്ഛിച്ചോടുകൂടെ എല്ലാവരും ഒരേ കുറ്റല്ലോ. അപ്പൊ അകത്ത് ഇറങ്ങാനോ പുറത്തിറങ്ങാനോ സാധാരണ ഒരുപാട് ചികിത്സയെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ കുറച്ച് അഹങ്കാരം കൊടുത്തിട്ട് നാളെ സേവിക്കണമെന്ന് കൊടുത്തില്ലെങ്കിൽ കൃഷ്ണ കണ്ടോ ഒന്നും തരുന്നല്ലോ. അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള ഭാവം ഉള്ളിൽ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് വരിക. അതങ്ങനെ കണ്ടത് ഏറ്റവും പുറമേണ്ട മതിലുള്ള അവകാശം ഇഷ്ടംപോലെ അവിടെ ശിശുമായിരുന്നോ ഇതുവരെ കാണാത്ത ആരെ കാണാനില്ല. കഴുത്തിൽ അന്വേഷിച്ച ശിവനഗരത്തിന്റെ പ്രഭാവാധിക്യത്താൽ ഒന്നും കാണാനില്ല. കണ്ണൂര് കത്തിയ ഇത് ആ ലക്ഷ്മി പ്രവാഹങ്ങളെ ഇതിന്റെ പ്രവഹിക്കുക ലക്ഷ്മികളുടെ ആ രാശി കൂട്ടം എത്ര ശരിയാ ആദ്യം കൊടുക്കാറോ അതിനെ പ്രവഹിച്ച് ആ രാജ്യത്തിന്റെ കൊച്ചികളെ വല്ലാതെ കണ്ടുപിടിച്ചാൽ കാഴ്ച കാണാൻ സാധിക്കും. അങ്ങനെ കണ്ടപ്പോൾ അവര് നോച്ചു വൈകുണ്ഠാമനായിട്ടുള്ള ആ പൂർണ്ണാമനായ സ്വരൂപത്തിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ശിവസ്വരൂപമായ കാണാനായിക്കൊണ്ട് നിമിഷം പ്രതി മുഖ്യന്മാരായിട്ടുള്ള യവന്മാരും എല്ലാവരും പൊതുവായിട്ടുണ്ട്. അവരുടെ കൊണ്ട് അതിനെ നമസ്കരിച്ചു പോകണം. അതൊക്കെ ഇതിനെ ആദ്യം വരിക അവർ വൈകുവിച്ച് ഇങ്ങനെ കാണിച്ചാൽ ആനന്ദം വരാതിരിച്ചു. ആദ്യം വിവരം ഈ ഭൂമിയുടെ ആകാശത്തിലെ അടുത്ത് ആ വിതരണോ ഇതേവരെ തേജസ്സിന് നടന്നു വരിക. നടന്നു വരുമ്പോ സപ്രാജിന്റെ എന്താ കാണുന്നത് സപ്രാജിന്റെ കഴിക്കാതിരിച്ചില്ല. അതിന്റെ പ്രഭാവാധിക്യത്താൽ എപ്പോഴും തേജസ്സിങ്ങനെ വന്നിരിക്കുക. ആര് നടക്കുന്നുണ്ട് അത് നോക്കുമ്പോ ശോഭാതിശയം അല്ലാതെ കണ്ടപ്പോ അതിനെ അനുഭവിച്ചു. ഭഗവാൻ കൃഷ്ണ അംഗീകരിക്കൂ ദേവന്മാരോട് ആദ്യത്തെ അത്തേക്ക് ഒന്നീച്ചേക്ക് നമുക്ക് ശ്രമിക്കുന്നത് അധികം വരുമ്പോ ഈ വരുന്ന ആളുകളെ എത്ര വലിയ വെള്ളിമാരായാലും വേണ്ടിയാ കണ്ടവർക്ക് വരുമ്പോ അതിനെ സ്വീകരിക്കാൻ വേണ്ടി അപ്പൊ സ്വീകരിക്കാനായിക്കോട്ടെ നമ്മൾ വീഴും. കാരണം തന്റെ യോഗ്യതയ്ക്ക് പിടിക്കാം അവർക്ക് ഇതിനെ സ്വീകരിച്ച എല്ലാം സ്വീകരിച്ചതാണ് ആദ്യം ഉണ്ടാവുന്നത്. അപ്പൊ അവർക്ക് ഒരുമിച്ചുകൊണ്ട് സകല
അത് യാദവശേഷന്മാരായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള അള്ളാഹുവിന്റെ ദേശ് ആ വളരെയൊക്കെ നോക്കുക ആരും വരുമ്പോൾ കുറെ തീരുമാനം ആദ്യം തീരുമാനമാണല്ലോ പ്രവേശിക്കുക അതിന് വരികയൊക്കെ എന്താ മനസ്സിലായില്ല അതിന് പ്രത്യേകിച്ച് യാദവശേഷന്മാരായിട്ടുള്ള ആ ഏറ്റവും കുറഞ്ഞുള്ള മതിലിന്റെ കാലക്കാരായിട്ടുള്ള എല്ലാവരും പുണ്യന്മാരും ആ ഭഗവാനെ സേവിക്കുന്ന അനവധി കാലയിലോ അവരൊരുപാട് അവർക്ക് എപ്പോഴും എന്തും ചെന്ന് അറിയിക്കുന്ന ഉത്തരവാദിത്തമുണ്ട് ദേവദേവ രംഗം നിർമ്മിച്ച് ഒന്നല്ലേ പറയൂ ദേവചന്ദ്രന് ധാരാളം ദേവനെ ചെയ്യുന്നവൻ ദിവ്യതയെ ഇത് ദേവനാണ് ദേവനെ ചെയ്യുന്നവൻ ദേവൻ അപ്പൊ ദുഃഖം പീഡിക്കുക ദേവന് ചികിത്സ പീഡിക്കുക ദുഃഖം അദ്ദേഹത്തിന് ഏർപ്പൊക്കെ സത്യത്തിൽ ദുഃഖം അദ്ദേഹത്തിന് ഈരകൊണ്ട് ചെയ്യണം റോഡുകളാണ് ഒക്കെ എല്ലാവരും ഭാഷയിലും പരമനോഭാവത്തിലും ഒക്കെ ഒഴുകുന്നതിന്റെ ഉദ്ദേശം ദുഃഖം അദ്ദേഹത്തിന്റെ വീരാണ് അത് ദേവാന്ന് പറഞ്ഞ പോലെ അതുപോലെ ദേവദേവ സംഭ്രമം കൊണ്ട് അതേ ഞാൻ എല്ലാ സമസ്ത മുപ്പത്തിമൂന്ന് അയച്ചുകൊണ്ടിരിക്കുന്ന ദേവദേവ ദേവഗീനന്ദന അങ്ങ് ദേവഗീതനായതുപോലെ ആ കേവലം സന്തോഷം കൊണ്ട് പരിഭവം കൊണ്ട് കാരണം നാനപ്പെടുന്ന അറിയിക്കുമ്പോൾ ദേഷ്യം വരാൻ പാടില്ല വിരോധം വരാൻ പാടില്ല അപ്രിയം വരാൻ പാടില്ല ബഹുമാനത്തോട് വരാൻ പാടില്ല വാക്കുകളോട് പരിഭവത്തോട് തെറ്റിദ്ധാരണ വരാൻ പാടില്ല താൻ സഞ്ചരിച്ചു കഴിയുമ്പോൾ തെറ്റായി തോന്നാൻ പാടില്ല പരിഭവം സന്തോഷം പറയാനുള്ള പരിഭവം പേടി സത്യാഗ്രഹമാണോ അറിയില്ല ആദ്യത്തെ ഇങ്ങനെ നടന്നു വരുന്നതോ അങ്ങനെ തോന്നി അതുകൊണ്ട് ദേവഗീനന്ദനായിട്ടുള്ളവേ ദേവന്മാർക്ക് ദേവനായിട്ടുള്ളവേ അതിന് വിഷുവിന്റെ സാങ്കരനോഹ സകലവൃന്ദ വന്ദനീയം വന്ദനീയു സംക്രമണത്തിൽ തൊട്ട് പ്രമുഖനായിട്ടുള്ള സംക്രമണമുഖ അഗ്രഹത്തിന് മുഖ്യനായിട്ടുള്ള അഗ്രഹത്തിന് ദേവത്തിന് മുഖ്യനായിട്ടുള്ള സകലവൃന്ദാരകവൃന്ദ വന്ദനീയമായിട്ടും സകലവൃന്ദാരകവൃന്ദം വൃന്ദാരകന്മാരുടെ വൃന്ദം വൃന്ദാരകന്മാരുടെ ദേവന്മാരെ വൃന്ദം ഒരു കൂട്ടം ഒരുമിച്ച് സാധാരണ അതേപോലെ അല്ലെങ്കിൽ സംശയിക്കുന്നതായി ഇതല്ല വിമന്തിഷയം അഭ്യുപരി അയം അഭ്യുപരി എന്ന് അങ്ങേ വന്ദിക്കാനായിക്കൊണ്ട് പതുവായിട്ടുള്ള അരകാന്തനായിട്ടുള്ള അയോധ്യാവാസിയായിട്ടുള്ള ഭഗവാൻ പൂർണ്ണാരായണ ശേഷ ഭഗവാന്റെ കർമ്മകാലങ്ങൾ വന്ദിക്കാനായിക്കൊണ്ട് നമസ്കരിക്കാനായിക്കൊണ്ട് സകല ദേവന്മാരും ഇന്ദിരാദികളായിട്ട് ഏകദേശം പ്രധാനമായിട്ട് മുമ്പ് കൂടി ദേവകൾ ഉപദേവകൾ ഈ പ്രപഞ്ചത്തിനെ ചില വശവക്ഷികളൊക്കെ നാരായണ കൃഷ്ണ ഭഗവൻ നാമോച്ചാരണം മാത്രം ജപിച്ചുകൊണ്ട് അനവധി യുഗങ്ങളായിട്ട് അനവധി രൂപം സ്വീകരിച്ചുകൊണ്ട് സകല പാത്രത്തെ മോചിപ്പിക്കാനായിക്കൊണ്ട് ആ പ്രത്യേകത ഗോപസ്ത്രീകൾക്ക് മുഴുവനും മോക്ഷങ്ങൾ പ്രദാനം ചെയ്യാനും ബുദ്ധികളായ ദുഷ്ടന്മാരെയൊക്കെ ശാസിച്ചുകൊണ്ട് ഭക്തന്മാർക്ക് എല്ലാവരും രക്ഷിക്കുവാനായിക്കൊണ്ടും ശ്രീകൃഷ്ണ ഭഗവാൻ അച്യുതൻ ഗോവിന്ദൻ മാധവൻ ഗോപാലൻ പല നാമങ്ങളുണ്ടെങ്കിലും ഏതെങ്കിലും നാമം പലരും ജപിച്ചാൽ അവർ കൊണ്ടുപോയി അതാണ് ഇവൻ അങ്ങേ വന്ദിക്കാനായിക്കൊണ്ട് അവനെ വന്ദിക്കാനായിക്കൊണ്ട് കാരണം പുറമെയുള്ള എല്ലാ എല്ലാത്തിനും ഉണ്ടെങ്കിലും ഏറ്റവും പുറമെയുള്ള ആ ഗോപുരത്തിന്റെ അവിടുന്ന് അവരേക്ക് ഓടി കാരണം അവിടെ കഴിയുമ്പോൾ അവിടെ ഓണപ്പോയിട്ടുണ്ട്
ഈ ഉയരാത്ത കാര്യങ്ങൾ പ്രത്യേകിച്ച് അറിയാതെ എനിക്ക് പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മുഖ്യമായിട്ട് അതിനെ ധരിക്കുമ്പോൾ അവരുടെ വേണ്ടപ്പെട്ട എല്ലാവരും വേണ്ടപ്പെട്ടവരാണെങ്കിലും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാര്യമൊക്കെ ആകുമ്പോൾ അവർക്ക് ഉള്ളതിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കാൻ രാമന്മാരാണെങ്കിലും കൃഷ്ണന്റെ പക്ഷപാതയിൽ മുഴുവനെ കൃഷ്ണനെ ഹിന്ദുകൊണ്ടിനെയാണല്ലോ. അപ്പോൾ ഏറ്റവും അപകടന്മാരായിട്ടുള്ള ആളുകളാണല്ലോ ഏറ്റവും കഴിവുകൾ അവരുടെ കൂടെ എഴുതാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ബഹുമതി കൊടുക്കുമല്ലോ. അതിന് നമുക്കൊന്നും അങ്ങനെ അവിടെ ആക്കിക്കൊണ്ട് പറയാം. അവിടെ പോയി പട്ടണയില്ല ഇതിനെങ്കിലും കരപ്പൊടിയും രക്തപ്പൊടിയും മാത്രമല്ല ഓണപ്പുഴ ഓണപ്പുഴ പോയാലും വിളിക്കുമ്പോൾ ഇത് ഓണപ്പുഴ അത് എല്ലാവർക്കും വരണത് ആദ്യത്തിനാണോ പറയുമ്പോ അവിടെ പോയി കഴിഞ്ഞാൽ തനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രവൃത്തിയിൽ കുറച്ചുകൂടി ഒരുപാട് സംവിധാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കഠോര സ്വഭാവം ഭംഗിയുണ്ട്. സംവിധാനത്തെ പദ്ധതി ഇട്ടുകൊണ്ട് കഴിഞ്ഞാൽ അത് കേരള ആൾക്കാരൊക്കെ വേദിക്കുക കഴിച്ചു അപ്പൊ അധികാരം കൂടുന്നതോടും അടക്കം കയറുന്നതോടും പ്രത്യേകിച്ച് ഒരുപാട് എത്തുമ്പോ ഗൗരവും അത് നല്ല മണ്ണന്മാരാണ്. നല്ല മരിച്ചു ഒഴുത്ത് ആ കഴിച്ചുമാണോ ഈ ജാതി അതൊക്കെ ഈ കൊള്ളരുതാത്ത ആളുകളുടെ അധികാരം കൊണ്ട് അതൊന്നും ശരി എന്തായാലും ഇവിടെ വെറുതെ കാര്യം കഴിക്കണം. അപ്പൊ ഒക്കെ കണക്കിനെയാണ് കാണാൻ ഇഷ്ടമാണ്. അതിനേക്കാൾ പോകുന്ന ഇഷ്ട പക്ഷപാതികൾ ഇതൊക്കെ ഇവിടെ ഞാൻ തന്നെ കാണിച്ച് നേരെ ദ്വാരകാനാഥനായിട്ടുള്ള ശ്രീകൃഷ്ണനെ കാണാനായിട്ട് പുറപ്പെട്ടപ്പോ ആ ഭൂഷാഭിയാനവും ആ ആദിത്യൻ ധാന്യങ്ങളുടെ നേരിട്ട് വരുന്നു വരുമ്പോ ഭഗവാൻ എല്ലാവരുടെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിനോർക്കുമ്പോ ഈ രൂപമുണ്ടോ ഈ ഭാവമുണ്ടോ കാണുന്ന പശുപക്ഷികാരികൾക്ക് ആ ലോകത്തിലെ സകല ഭക്തന്മാർക്കും ഏത് സമയത്തും സർവാനുഭവത്തെ ഉദാഹരണം ചെയ്തുകൊണ്ട് കിടക്കുകയാണോ കൊയ്യാത്ത ക്ഷീണമോ അതുമല്ല അദ്ദേഹത്തെ കിടക്കാനോ ഇരിക്കാനോ എടുക്കാനോ അറിയാനോ കേൾക്കാനോ ഒന്നും പറയാനില്ല. ഏകദേശം കൃഷ്ണത്തെ പറയുമ്പോ അതിനെ ആരോപിക്കുന്നു. എന്താ ആരോപിക്കാൻ ഈ ശബ്ദത്തിൽ എഴുതി കേൾക്കാൻ ഒന്നിച്ചറിയാൻ കേൾക്കില്ല. എല്ലാവരും കേൾക്കില്ല. ഒറ്റയ്ക്ക് കൊണ്ട് കേൾക്കാൻ പറ്റുമോ? കേൾക്കില്ല. അതേ ഇറങ്ങിയില്ല ഇറങ്ങിയില്ല കൃഷ്ണ ഈ ഏറ്റവും കോട്ടയുള്ള മകന്റെ അവിടുന്ന് നാളും ചൂടാക്കിട്ടു അതിന്റെ സാധാരണ അപ്പൊ ആ മകനൊന്നും രണ്ടാമത്തെ കിടക്കില്ല രണ്ടാമതായി അത് കഴിഞ്ഞിട്ട് കൈ ഒരു 3, 4, 5, 6, 7, 7 കണക്ക് ഇരുന്ന് അവിടെ ഇത് കേട്ടി നമുക്കുണ്ടായില്ല. ഇത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമത്തിന്റെ ഉള്ളിലുള്ള ആളൊക്കെ സമ്മാനം കൊടുക്കണേക്കാൾ മുമ്പേ ആദ്യത്തെ ആളെ അവിടെ റീച്ച് ചെയ്യാൻ കുറച്ചുകൂടി അധികം കുറച്ചുകൂടി അധികം സമ്മാനം കിട്ടുകയാണെങ്കിൽ സമ്മാനം കിട്ടുക എല്ലാവർക്കും എല്ലാവരും എല്ലാവരും കൂടി കുടുംബത്തിന്റെ കാരണമില്ലോ ഇതിനു മുമ്പ് കാണുക തേജസ്സുകളെ അടിച്ചുകൊണ്ടിരിക്കുക ആ പ്രദേശം മുഴുവനെ അപകടനായിട്ട് സൂര്യന് നല്ലവണ്ണം തോന്നുക ഇത് ആദിത്യമുള്ള നേരിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ വർദ്ധിക്കാനായി കൊണ്ട് ഒരാൾ അനുഭവിച്ച് ഓട്ടികള് അതിലേക്ക് വന്ന പതിയെ പിന്നാമായുള്ള അതുപോലെയാണോ ജനിക്കേണ്ട ആവശ്യമില്ലോ പതിയെ കൊണ്ട് അതിനെ ആകരണം ചെയ്തു. ഈ തന്റെ ഭക്തഭക്തന്മാരെ നിവാസികളായ അപാരങ്ങളെ കേട്ടി കേട്ടി കേട്ടു. അതേ കൃഷ്ണ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആദിത്യന്റെ അവസ്ഥയെ കാണാൻ വേണ്ടി അധികാരം കൊണ്ട് വരുന്നു ഇന്നൊക്കെ നദിയം കർണത്തിന്റെ അന്നത്തെ മുട്ടുവാണ് ലക്ഷിക്കേന നയനത്തിന്റെ അഞ്ചരം കൊണ്ട് നയനം കണ്ണ് കണ്ണിന്റെ അഞ്ചരം അറ്റം. അപ്പൊ ഈ ശ്രോത്ര പാത്രം വെച്ചിരിക്കാൻ ചെവി ശബ്ദം കേൾക്കാത്ത പാത്രമാണല്ലോ ചെവി. ആ ചെവിയുടെ അറ്റത്തേക്ക് ആ നീണ്ട അമ്പെടുത്ത് വലിയ താമസിക്കാത്ത ചെവിയിലേക്ക് കണ്ണിന്റെ കിട്ടോ സംശയം
ഇതൊക്കെ എങ്ങനെ പറയുന്നത് ആ ചെന്താമരകനെന്ന് പറഞ്ഞാൽ പോലെ അതൊന്നും സർക്കാർ ദൈവത്തിന് വിശേഷമാവില്ല. മനോഹരാഗ്രഹമുള്ള ദേശീയ ആ രണ്ട് നേരമില്ല ആ നേരിട്ട് ഇടംപെട്ട് താമരം പോലെ മനോഹരമായി അകയതുപോലെ ചുവപ്പോടുകൂടി ആ ഇടമഞ്ചേരി മധുവരാത്ത വരുന്ന നീണ്ട കണ്ണ് അത് കുറച്ചുകൂടി കുട്ടിക്കൊണ്ടിരിക്കുമ്പോ ചെവിയിരിക്കും മുണ്ടായിരിക്കും അങ്ങനെയുള്ള ഇരുന്നോണ്ടിരുന്ന് അദ്ദേഹം ആ പതുപോലെ മന്ത്രിച്ചിട്ട് ഒന്ന് നോക്കി കണ്ടക്ടറോട് നോക്കി അതൊക്കെ പരിഭവിച്ച ഇത് പറയുവാക്കിട്ട് നമുക്ക് ആദ്യം എല്ലാവരെയോ ഒരാഴ്ചയുണ്ട് ഒന്നുകൊണ്ടിരിക്കുന്നത് ആ കഴിഞ്ഞു പോയത് ത്രികാലങ്ങൾ മുഴുവൻ ചെയ്യിപ്പിക്കുന്നതും അതിന് ഫലം കണ്ടാവും ആരെയും ഫലം അനുഭവിക്കുന്നതൊക്കെ ഭഗവാൻ തന്നെയാണല്ലോ. ഐശ്വര്യം വീര്യം രക്ഷസ ജ്ഞാനം വിദ്യ വൈരാഗ്യം സർവ്വങ്ങൾക്ക് പരിപൂർണ്ണമായി ഇതിന് യോഗഭാവങ്ങളുണ്ടോ, ഇതിന് ആകാരമുണ്ടോ, ഇതിന് സൗന്ദര്യമുണ്ടോ, ഇതിന് അയോഗ്യമാണോ, ഇതിന് യോഗ്യമാണോ, ഇതൊക്കെ പറയാനല്ലാതെയുണ്ട്. വേദസ്വരൂപനായിട്ടുള്ള വേദത്തിനോട് മാത്രം ഏകദേശരൂപം മനസ്സിൽ വേദത്തിനു പോലും ഏകദേശപ്പെട്ട് ഞാൻ പറയാനല്ലാതെയുണ്ട്. പ്രത്യക്ഷത്തിൽ ദൈവത്തെ ആർക്കും കാണാൻ സാധിച്ചില്ല. പരമാത്മ യോഗിച്ചിരുന്നത് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അങ്ങനെ അതിശോഭികൾ അങ്ങനെ കുറഞ്ഞൊന്ന് അങ്കുലമായിരിക്കുന്ന മന്ദസ്ഫലം കൊണ്ട് സുഭഗവതിനെ തന്നെ വെച്ചാൽ സുഭഗമായിരിക്കുന്ന വചനതന്ത്രങ്ങളോടുകൂടിയവനാണ്. വചനമാകുന്നതിന് ഞാൻ ആദ്യം വചനമാകുന്നതിന് അദ്ദേഹം പറഞ്ഞു. ചന്ദ്രന്റെ എന്താ സോമൻ സോമനി ഇതൊക്കെ പറയേണ്ടത് ശശി മുഖ്യമായിട്ടുള്ള ആളുടെ ഒപ്പം ശശി ശശി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മുട്ട പറഞ്ഞു വന്ന് അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കണ്ണൽ ഒന്നി ആദ്യം സുഭഗവതിലാണ് ഏറ്റവും സുഭകനായിട്ടുള്ളതാണ്. സുഭഗമാണ് അദ്ദേഹത്തിന്റെ മുഖചന്ദ്രം ചന്ദ്രൻ മുഖമാകുന്ന വൃത്തമൊത്ത് ചുമന്ന് വൃത്തമൊത്ത് അതുപോലെ പ്രകാശം ആ വെളുപ്പിന്റെ പ്രതീകമാകുമ്പോൾ നിജമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തിന് നമ്മുടെ പോലെ ഉണ്ടോ സത്യത്തിന് എത്ര നോക്കിയാലും മതിയില്ല. അപ്പോ വൃത്തം മുഖത്തോ മനോഹരമായിട്ടുള്ള ആ എത്രയും ആ സൗന്ദര്യം എത്രയാണെന്ന് പറയുക അങ്ങനെയുള്ള മുഖത്തോടുള്ള ജീവിതത്തിന് അതെങ്ങനെ കുറച്ചുകൂടി കിഞ്ചിൽ കുറഞ്ഞൊന്ന് അന്തിമമായിരിക്കുന്ന മന്ദസ്ഫിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് കാണിക്കാറില്ലേ ഇങ്ങനെ കണ്ടപ്പോൾ എന്താവണം ചെയ്യും മന്ദസ്ഫിതം വായ കുറിച്ച് മന്ദസ്ഫി ഓരോ ഭാവഭാവാദികളും ആ സാമാജികന്മാർക്ക് ആസ്വദിക്കപ്പെട്ടതിന്റെ ആസ്വാദ്യത വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാവണം. മനസ്സിലുണ്ടായിട്ട് നമുക്ക് വലിയ ഭാവം ഉണ്ടാവുള്ളൂ. ആ ഭാവം ഇതാണെന്ന് തോന്നിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സമാജന്മാർ വേണം. അപ്പോ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ടുള്ള അക്രമം ചെയ്യപ്പെട്ട നേരിയ മുന്തിരി കിഞ്ചിൽ ചെറിയ മുന്തിരിയോടുകൂടെ അങ്കുലച്ചാൽ മുള പൊട്ടിയിട്ട് വിടരാൻ ഭാവിക്കാമോയതുപോലുമാണ്. അത് പൂവാകുമ്പോൾ വിടർന്നു കഴിഞ്ഞാൽ വലിയ ശോഭയാണ്. അത് വലിയ ശോഭ തോന്നില്ല. എന്നാൽ ചെറിയ ശോഭ ഒന്ന് ശോഷിപ്പിക്കണം. അതുമല്ല കിഞ്ചിൽ അങ്കുലിതമന്ത ചെറിയ നേർത്ത പുഞ്ചിരി ആ പുഞ്ചിരി കൊണ്ട് സുഭഗവതരത്തില ഏറ്റവും ആ കതിർവെക്കും പോലെ മനോഹരമായിട്ടുള്ള മുഖ്യമായിട്ടുള്ള അങ്ങനെ നോക്കിയപ്പോ ഭഗവാൻ ആരോഗ്യ അങ്ങനെയുള്ള കണക്കണ്ടുകൊണ്ട് ഭഗവാൻ ആരോഗ്യം ചെയ്തു. ഭഗവാൻ ആരോഗ്യം ചെയ്തുകൊണ്ട് കൃഷ്ണനാഥന്റെ അതാണ് സർവഗുണ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള അദ്ദേഹം ഭഗവാൻ ഐശ്വര്യാദി ഷഡ്ഗുണപരിപൂർണ്ണമായിട്ടുള്ള അദ്ദേഹം ഭഗവാൻ ആരോഗ്യം ചെയ്തു. ഇരുന്നോടത്തിരുന്ന് ഈ ഉടക്കിയുള്ള എല്ലാവരുടെയും കൂട്ടത്തിൽ വന്നിരിക്കുന്നവരെ ഭഗവാനിൽ വന്നിരിക്കാനായിക്കൊണ്ട് ഭൂഷാവ് എടുക്കുന്നതിനുള്ള എല്ലാവരുടെയും ഉടക്കിടയിൽ നീ ശ്രദ്ധിച്ചു
ചടിച്ചപ്പോൾ കേട്ടപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ താമസിക്കുന്നവരുടെ ആ നീണ്ടപ്പെട്ട കണ്ണിലെ വിഷമണി കണക്കിലേക്ക് വെച്ചുകൊണ്ട് കടാക്ഷിച്ചു എന്നുള്ള അർത്ഥം പറഞ്ഞാൽ അതുകൊണ്ട് അയ്യല്ല ആ ചെവിയിലെ കണ്ണ് മുട്ടാമോ പൊതുവാണോ മനോഹരമായിട്ടുള്ള കണ്ണുകളെ കൊണ്ട് ആ ദൃഷ്ടി ആ കടകണ്ടിലേക്ക് ആയിക്കൊണ്ട് ആ ഭാഗം കൂടെ കണ്ണി അപ്പോൾ പറഞ്ഞ് കഴിക്കാൻ തോന്നി അപ്പോൾ കണ്ണത് നോക്കി എഴുതിക്കൊണ്ടുവാണല്ലോ ഇങ്ങനെ നോക്കിയപ്പോ അവോടുകൂടെ ഒന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരി സ്വതസിദ്ധമാണ്. ആ സ്വതസിദ്ധമായിട്ടുള്ള പുഞ്ചിരി അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും ഇപ്പോ അമിതമായി ചെയ്യാമോ പുഞ്ചിരി എന്നുള്ളതാണ്. പുഞ്ചിരിക്കാൻ ആ പുഞ്ചിരിച്ചില്ലേ പുഞ്ചിരിച്ചു പറയാൻ പുഞ്ചിരിച്ചില്ലേ ഇല്ല അങ്ങനെ അതുകൊണ്ട് കുറച്ചുകൂടി ആ മുഖഭംഗി വർദ്ധിച്ചു. അങ്ങനെയുള്ള അദ്ദേഹം ആലോചിക്കുക എനിക്ക് കേൾക്കുമ്പോൾ നോക്കി കണ്ടുകൊണ്ടാവേ ആ കാര്യം കഴിയേ ഇരുന്നോട്ടി നോക്കി വണ്ടിക്കോ കണ്ടപ്പോ ഇത് മിത്രല്ല മുഴുവൻ മിത്രമൊന്നല്ല. ഒന്നായാലും എന്തെങ്കിലും വരാൻ പോയിട്ടുണ്ട് അങ്ങനെ പോകണം ഇരിക്കുന്നവരുടെ അത് ഉപയോഗിക്കാൻ പാടില്ലാതെ കൂടി പ്രത്യേകിച്ച് ഞങ്ങളുടെ അടുത്തുകൂടെ എത്താൻ പറ്റില്ല. എപ്പോഴെങ്കിലും വരുമ്പോ ആ ഹിമാലയ പ്രവേശനം അവിടെ കൂടെ പ്രവേശിപ്പിക്കാൻ പാടില്ല. പ്രകാശമാനമായി കൊണ്ടിരിക്കുന്ന പ്രവേശിപ്പിക്കാൻ പറ്റില്ല പറയുമ്പോ ഇത്ര തടയാകുമ്പോ അതുപോലെ ഭഗവാൻ എല്ലാം ഭഗവാനാണ് എല്ലാം ഇഷ്ടം. അതുകൊണ്ട് ഇവൻ മിത്രമല്ലാണ്. മിത്രം മിത്രച്ച ബന്ധു ബന്ധു എന്താണ്? ബന്ധത്തിൽ ബന്ധമാണ്. ബന്ധു ബന്ധുവിന്റെ ബന്ധുവും ബന്ധുവിന്റെ ബന്ധുവിന്റെ ബന്ധുവും അങ്ങനെ എല്ലാവരും ബന്ധുക്കൊണ്ടല്ലേ അതല്ല അവിടെ വരുന്നവരൊക്കെ ബന്ധുക്കളോ വരിക. മിത്ര ഇവൻ ബന്ധുല്ലാന്നല്ലേ മിത്രം വെച്ച് കഴിഞ്ഞാൽ സൂര്യനാഥ് ഇവൻ സൂര്യനല്ല. ഈ വരുന്ന വ്യക്തി സൂര്യനല്ല എന്ന് മനസ്സിലായി. ഇവരൊക്കെ പാടി പരിഭവിച്ച് തന്നെ ശ്രദ്ധിക്കാനായി ആദിത്യ വരുമാനം അനിയമുണ്ട് കണ്ടു വന്നിരിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ വന്നു ഉറക്കെ പരിഭൂമിനെ എല്ലാവരും പുറത്തുപോയി ഒരാളെ കുറിച്ച് പറയപ്പെട്ടിട്ടു. അത് ഏവൂരിയാണ് ഉറക്കെ നോക്കിച്ചപ്പോ നോക്കി നോക്കിയപ്പോ ഇവൻ വിളിക്കുമല്ല. അതെന്ന് മനസ്സിലായി നമ്മനാണ് അഭിധാനായി എന്ന് മനസ്സിലായി. അല്ലെ സപ്രാജി അസോ സപ്രാജി ഇദ്ദേഹം സപ്രാജിത്താണെന്ന് ബുദ്ധി. മറ്റുള്ളവർക്കൊന്നും അപ്രാജത്തെ കാണാൻ പറ്റില്ല. ഈ രത്നത്തിന്റെ പ്രഭാതിക്കൊണ്ട് രത്നമയമായിട്ട് സപ്രാജത്തിന്റെ കയ്യിൽ അനുഭവിച്ചിട്ടുള്ള ആ രത്നം കരുതി വെക്കും കേൾക്കണല്ലോ. അപ്പോ സെമന്തകരത്നത്തിന്റെ പ്രഭാതിക്യം കൊണ്ട് സപ്രാജിനെ കാണാൻ പറ്റില്ല. ഭഗവാൻ ബ്രഹ്മന്റെ പ്രസാദത്താൽ സവിധമായിരിക്കുന്ന തേജോഭരം കൊണ്ട് തന്റെ പുലമായ ഈ ശരി സപ്രാജിത്ത് ബ്രഹ്മന്റെ പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള വരവാണ്. ബ്രഹ്മൻ കഴിഞ്ഞാൽ ആദിത്യൻ. ആദിത്യന്റെ പ്രസാദിച്ച സാധിച്ചാൽ സന്തോഷമാണ്. പ്രസാദിച്ചാൽ പ്രകർഷണ സാധനമായിട്ടുള്ളൂ. ഏറ്റവും സന്തോഷനായി ആദിത്യൻ. ആദിത്യൻ സന്തോഷകരനായിട്ട് പ്രസാദം ലഭിക്കപ്പെട്ടു. ഇത് സമിദ്ധ തേജോഭാര സവിധമായ തേജോഭാരം സമയം കാണുമെന്നും ലഭിക്കപ്പെട്ടിട്ടുള്ള തേജസ്സിന്റെ ഭാരം എത്ര കൊണ്ടുപോയി അമൂല്യത്വം തന്റെ രാജധാനി തന്റെ കൊട്ടാരത്തിലേക്ക് അഭിയാനാണ്. അഭിയാനത്തെ നേരിട്ട് വരിക. അഭിയാനത്തിന്റെ അഭിയാനത്തെ നേരിട്ട് വരികയാണ് എന്ന് ഭഗവാൻ ആലോചന മനസ്സിലായി. അഭിധാന അഭിധാനായിരുന്നു മനസ്സിലായിരുന്നു. അപ്പൊ പറഞ്ഞതിലേക്ക് കഴിഞ്ഞാൽ
ഇത് വരാം അവിടെ മുമ്പിലിങ്ങനെ വരാം ഇത് വന്നോളൂ കേട്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞേ നിശ്ചയം അവിടെ ഇരുന്നിട്ട് ഏതാ സ്ഥാനത്ത് കുറച്ച് വരികയോ കുറച്ച് നേരം കാണാമല്ലോ ഇതിലൊക്കെ താരം വന്നുല്ലോ ഇതിലൊക്കെ മുങ്ങിയതുകൊണ്ട് മങ്ങി കഴിഞ്ഞ ആളുകളെ കണ്ടത് മുങ്ങി കഴിഞ്ഞ പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ട് സഹോദരൻ ഞാൻ കുറച്ച് ദിവസം പറയാൻ കഴിയില്ലോ എനിക്ക് കാണുന്നില്ല ഞാൻ ഒരു ഇട്ടു എന്നാൽ എന്ത് എഴുന്നേറ്റ് വന്നോട്ടെ ആണെങ്കിൽ പറയേണ്ട ആവശ്യം പറയാൻ യോഗ്യനായിട്ടുള്ള ആളുള്ള സമ്പ്രദായത്തെ വിജയേക്കാൾ പറയാൻ യോഗ്യനായിട്ടാവില്ല ആ സമ്പ്രദായത്തിൽ വരുമ്പോ നാം ആ സമ്പ്രദായത്തിൽ എന്ത് കഥ ഒരു എവിടെയും എത്ര ദിവസം എന്താ പറഞ്ഞത് എന്തെങ്കിലും കുഞ്ഞുമാർക്ക് അതൊന്നും കിട്ടുന്നില്ല കോളകരാളില്ല ശോണിമ സമ്പർക്ക പുനരഭിചക്രിയ പിന്നെ പീഡിച്ചോടും പിന്നെയും പീഡിച്ചോടും എന്ന ഭാവൻ ഒന്നാമത് ദേവനുണ്ട് വാസുദേവൻ പീഡിക്കാണ് ദേവൻ ചെയ്യുന്നവൻ ദേവന്മാർക്കും ദേവനായിട്ടുള്ളത് അപ്പോ ദേവനിലേക്ക് പീഡിക്കുക പുനരഭിചക്രിയ പീഡിക്കുക പുനരഭിക്ക വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ പല കഴിയോ വിസർജനം കളിക്കാൻ പന്ത്രണ്ട് കാര്യങ്ങൾ ആവശ്യമുള്ള നല്ല കഴിയാ കളിച്ചാലോ പുനരൊക്കെ വീണ്ടും കളിച്ചുകൊണ്ട് അവിടുത്തെ ഇന്ന് ഈ ഓട്ടോ നോക്കി മനസ്സിലായി അതിന്റെ പ്രസാദമായിട്ടുള്ള സംഘമായിട്ട് രാജധാനിക്ക് വരിക നേരിട്ട് വരിക മനസ്സിലായപ്പോ അധികം ഇവിടെ എത്ര അദ്ദേഹത്തിന് യാതൊരു പരിഭൂണ്ടായില്ല കളിക്കുമ്പോ വേറെ പരിഭൂണ്ട് കളിക്കാൻ തുടങ്ങിയത് മാത്രമല്ല ശോണിമ സ്ഫടികം കൊണ്ട് അക്ഷരമാണ് കിടിയിട്ടുണ്ട് സ്ഫടികം കൊണ്ട് അക്ഷരമുണ്ടാൽ സ്ഫടികം വെളുത്തതാണ് ആ വെളുത്ത അക്ഷരം ചൂടുകൾക്കായി എനിക്ക് എന്തിനെ സഹായിക്കാൻ അനുഭവം എനിക്ക് ഭയപ്പെട്ടിരിക്കാനല്ല വീണ്ടും കളിച്ചു കളിച്ചു കോമളകരാളില്ല ശോണിമ സമ്പർക്ക പത്മരാജീക പുനരഭിചക്രിയ സാധാരണ പോലെ സാധാരണ കളിക്കാറൊക്കെ കളിക്കാതൊക്കെ പറയാനും നോക്കില്ലേ ഓരോ കളി കൂടുതൽ പല കളിയുണ്ട് കളിച്ചപ്പോ കളിക്കാതെ കഴിയില്ലേ ഒരു വിധ ഏട്ടനൊക്കെ ദേശീയ അവസാനം എന്തെങ്കിലും കളിച്ച് അവരെ ബഹുമാനാക്കി കളിയുള്ളതായിട്ട് അങ്ങനെയാണ് പലരൊക്കെയാണ് കല്ലാൻ പറ്റുന്ന സക്രമത്തിന് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളൊക്കെ അങ്ങനെ സംഭവം അതുപോലെ അല്ല ഇതിന്റെ ൂടെ മനോഹരമായി ചുമന്ന് മാധവത്തോടുള്ള കൈകൾ അപ്പൊ കോമണും പിന്നെ കോമണന്റെ മനോഹരം കലാരവിന്ദ കർത്താമരം പോലെയുള്ള ആ അരവിന്ദൻ ആ കേമായിട്ടുള്ള ആ ചുമപ്പും ആ ഭീത കഴിയുന്ന പോലെ അതിന് ആദ്യ കോമണം തോന്നുന്നു ആ കോമണ പറഞ്ഞില്ലേ അതൊന്നും വലിയ പ്രസക്തി അല്ലെങ്കിൽ യാതൊരു മുഖ്യനായിട്ടുള്ള ആളാണ് വരണമെങ്കിൽ നരേന്ദ്രനായിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെയാണോ ഏറ്റവും നല്ലതായിട്ട് അവതരിച്ച് ഭൂമിയിൽ യോഗ്യനായിട്ടുള്ള ആള് നരേന്ദ്രൻ അദ്ദേഹം ബോധിപ്പിക്കുന്നവരാണ് നരേന്ദ്രൻ മോദി വരുമ്പോ സമ്പുഷ്ടമായ സകലജനങ്ങളെയും ആളുകൾ അപ്പോ ഇതിന്റെ അത് പിന്നെ ആദ്യം പോകണമെന്ന് ആവശ്യമുണ്ടോ അതന്നെ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ആരൊക്കെ വന്നാലും കൊടുക്കേണ്ടത് കൊടുക്കും അതിന് യാതൊരു മാറ്റമില്ല കിട്ടിയില്ല എന്ന് ഞാൻ അസുഖം പോയി വിടുക എനിക്കൊന്നും വരുന്നതായില്ല നരേന്ദ്രനെ കുറേ എന്ന പോലെ ചെയ്യുന്നില്ലേ അല്ലാതെ ഞാൻ തന്നെ അറിയാം എന്നെ വലിയ ഡോക്ടർ വരണമല്ലോ അപ്പൊ എനിക്ക് ഒന്നോളം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്യാവശ്യമൊന്നുമില്ലേ ആ പറഞ്ഞിട്ട് എത്ര കാലമായിട്ട് കിട്ടലോട്ട് കിട്ടിയില്ല ഈ കൂടി തരുന്ന ഈ കിട്ടാൻ വേണ്ടിയാണ് അധികാരി കഴിയാനുള്ള ഭാഗത്ത് കഴിഞ്ഞാൽ അവിടുന്ന് കല്യാണമോ അതിനെ അപ്പൊ അദ്ദേഹം ഇത് കണ്ടു മാത്രമല്ല ശോഭിക സമ്പർക്ക പത്മരാജീക സ്വാമിക ആ
ഭംഗിയുള്ള കയ്യിൽ സ്ഫടികം കൊണ്ട് അർത്ഥം വെച്ചപ്പോ ചുവപ്പുണ്ട്. ആ ചുവപ്പിന്റെ കൂടെ വെള്ളം വ്യാപിച്ചപ്പോ ചുവപ്പും വെള്ളിയും കൂടി കഴിഞ്ഞപ്പോ അത് സമ്പ്രദായം മാറ്റണം. വ്യത്യാസം ചിന്തിച്ചാലേ മനസ്സിലാവും. കോമണമായിട്ടുള്ള കലാലയുണ്ട്. കരത്താമരപ്പൂ പോലെ മനോഹരമായിട്ട് ചെന്താമരപ്പൂ പോലെ അതിന്റെ അഴകിലെ പോലെ മാർഗോത്സവവും മനോഹാരിതയോടും കൂടിയുള്ള കയ്യിൽ ആ കയ്യിലെ സ്ഫടികമുള്ള അർത്ഥം വഴിയാർത്ഥം അത് വെച്ചിട്ട് മടക്കി അതിയപ്പോ അതിന്റെ മനോഹരമായിട്ടുള്ള കൈകൊണ്ടുണ്ടായിട്ടുള്ള ആ സ്പർശം കൊണ്ട് സ്ഫടികാർത്ഥം പത്മരാഗീകമായിട്ട് പത്മരാഗൂടി കയ്യിൽ കിട്ടുമ്പോ അക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പത്മനാഭമായിട്ടില്ല. അത് കഴിഞ്ഞാൽ പുനരഭിലപ്പില്ലാതെ നിന്ന് കളിക്കുക. കളിക്കുമ്പോൾ കൈകൊണ്ട് കൊണ്ടുവരും അക്ഷം. കൈകൊണ്ട് അക്ഷം കൊണ്ട് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് സ്മരിയായി. സ്മരിയായിട്ട് ആ അക്ഷം വീട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം കൊണ്ട് കളിക്കാം. അപ്പൊ വീണ്ടും കൈകൊണ്ടിരിക്കുക. കൈകൊണ്ടിരിക്കുമ്പോ കോമളകരാവില്ല ശോണിമ സമ്പർക്കം. അതിന് കാരണം പരമ്പരാതീതമായി തീരാതെ കാരണം ശോണിമാവിന് സമ്പർക്കം. ശോണിമാവ് വെച്ചാൽ അതിന്റെ ചുവപ്പ്. അതിന്റെ സമ്പർക്കം ചേർച്ച. ചേർച്ചയുണ്ടെങ്കിൽ വേണ്ട പോലെ ഇത് ചേർച്ചയില്ല. ചേർച്ചയില്ലാത്തതുകൊണ്ട് നരേന്ദ്രന്റെ കൈകളിലുള്ള ആ ചുവപ്പ് ആ അക്ഷരത്തിലേക്കോ സ്ഫടികം പരമ്പരാഗതമായി തോന്നുന്നു. അതിന് കാരണം ചേർച്ചയില്ലാതെ വിയോജിപ്പായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറുന്നു. കൈകൾ പോയി കഴിഞ്ഞാൽ അത് സ്ഫടികളുടെ അക്ഷരമായി സ്ഫടികല്ലേ. അത് ഇതെങ്കിലും പുറത്തും ഈ ഭഗവാൻ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഭംഗിയുടെ കയ്യിലെ അക്ഷരം കിട്ടിയപ്പോ അത് പരമ്പരാഗതമായി. അത് കഴിച്ചപ്പോ അത് സ്ഫടികളി. ഇങ്ങനെ വീണ്ടും വരും. പ്രാവശ്യമില്ല നടന്നിങ്ങനെ വരുമ്പോ 7, 10 പേര് കിടക്കുകഴിഞ്ഞ് അതിന്റെ വരുമല്ലോ. യോഗ്യന്മാരായിട്ടുള്ള ആളുകള് അകത്തേക്ക് പ്രകാശം വരുമ്പോ തടുക്കാൻ പാടില്ല. തടുത്തപ്പോ തന്നെത്താൻ തേജസ്സിന്റെ സമൃദ്ധികൊണ്ട് എല്ലാവരും അറിയ അകലുമ്പോ നേരെ സർക്കാരിൽ കഴിയുള്ളൂ. കയറി വന്നു മാത്രമല്ല ഭഗവാൻ എഴുതിയിരിക്കുന്ന സ്ഥലം പരിഗണിച്ചോ ഇവിടെ ഭഗവാനെ ചോദിക്കുന്നത് ഈ സമയത്ത് എവിടേക്കാ പോവുക, ഈ സമയത്ത് എന്താ ചെയ്യാം എന്നൊക്കെ ഭയപ്പെടുന്ന ആളെക്കൊണ്ട് നിശ്ചയമാണ്. പോയി മാത്രമല്ല അവിടെ എത്തിയപ്പോ ഭഗവാൻ വീണ്ടും കളിക്കാനായി കൊണ്ടുപോകാൻ വീണ്ടും കളിക്കാനേ കഴിയും. അപ്പോ കഥായിലോ അവിടെ ഒന്ന് ഇരിക്കാൻ പറ്റിയ അനുവാദം നരേന്ദ്രനാണ് മുഖ്യമന്ത്രി തന്നെ വരുമ്പോ അനുവാദമില്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഇഷ്ടം ഭഗവാനൊന്നും ഉണ്ടാക്കില്ല. അപ്പൊ കിടക്കി വീണ്ടും 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 ചിക്രിയ കളിയിൽ ഏറ്റുകൊണ്ടിരിക്കുക. ഞാൻ കളിക്കുന്ന ആത്മല്ലോ ഈര കൊണ്ട് മായ കൊണ്ട് മോഹിപ്പിക്കുകയാണോ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നോ എന്താണ് ചെയ്തതോ താൻ എന്താണ് ചെയ്തതോ അത് മുഴുകാതെ പറയേ ഭക്തന്മാരെ നല്ലോണം പരീക്ഷിച്ചിട്ട് കൂടി തന്റെ ഭരണമാണ് ശ്രേഷ്ഠനാണ്, യാതൊരു ശ്രേഷ്ഠമാണ്, പട്ടാളിത്തമാണ്, അനവധികാരപ്പെട്ട ചികിത്സമാണ്. താൻ പാലിന്റെ കൊണ്ടുവന്നിട്ട് കഴിക്കും അമ്മ അധികാരമുണ്ടോ താൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ആണെങ്കിലും ഒന്ന് പരീക്ഷിക്കാം. ഈ സമ്പത്ത് കൈ കഴിഞ്ഞാൽ അഹങ്കാരം പ്രവർത്തിക്കും. സമ്പത്തിനെതിരോ ദാരിദ്ര്യമോ ദാരിദ്ര്യം കൊണ്ടോ ഭക്തി നശിക്കും. യഥാർത്ഥ ഭക്തി സമ്പത്ത് ഇല്ലെങ്കിലും പുണ്യ ആർജിത സംസ്കൃതികളിൽ മാത്രമേ ആ ഭക്തി ഉണ്ടാവൂ. സത്യത്തിൽ ഭക്തനാണ്. ആ ഭക്തനാണെങ്കിൽ ഭക്തി ഉണ്ടെങ്കിലും അതിന് ഈ സമ്പത്ത് ഇങ്ങനെ കൂടുന്നതോടും അഹങ്കാരം ഇങ്ങനെ കൂടിക്കൂടിയിട്ട് അത് അദ്ദേഹം ഇഷ്ടപ്പെടില്ല. ഒരു വഴി അഹങ്കാരം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒന്നും രക്ഷിക്കാം. സമയം പോലെ സർക്കാരിന്റെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് നിശ്ചയിച്ചുകൊണ്ട് അധികം കുറച്ചു നേരം ആ സന്തോഷത്തോടുകൂടി അവരുടെ പദ്ധതികളായി താമസിയാതെ സർക്കാരിനെ സന്തോഷിപ്പിച്ച പോലെ ആ സന്തോഷിപ്പിക്കാനായി അറിയിച്ച പോലെ സർവന്മാരായിട്ടുള്ള സകല ഭക്തന്മാരെയും അവരുടെ അഹങ്കാരത്തെ ശ്രമിച്ച് സർവ അഭിഷ്ടങ്ങൾ പ്രദാനം ചെയ്യാനായിക്കൊണ്ട് സന്നദ്ധം ചെയ്യാനായിക്കൊണ്ട് ആ സത്യഭാവനായി ലോകങ്ങൾക്ക് മുഖ്യബന്ധുവായി ഏകാന്തബന്ധുവായിട്ട് ഭഗവാൻ ശ്രമിച്ചത് വളരെയധികം ആയവിടെ ആ കോമളകരാളിന്റെ ശോഭിമ സമ്പർക്ക
പത്മനാഭീകസ്വാദികാക്ഷത്തോടുകൂടി വീണ്ടും പേടിച്ചുകൊണ്ട് ഭക്തിപൂർവം ചെയ്യുന്നത് അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ഭഗവാൻ ഈശ്വര